സ്റ്റേഷനിലെ ജോലി തിരക്കിനിടയിൽ ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു SI സിദ്ധാർത്ഥ്. ഗോപാലേട്ട, ഒരു ചായ. സ്റ്റേഷന് മുന്നിലെ തട്ടുകടയിൽ ചെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. പരിചയത്തിലുള്ള പോലീസുകാരനായതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനെ നോക്കി ഒന്ന് പല്ല് കാണിച്ച് ചിരിച്ചുകൊണ്ട് ഗോപാലേട്ടൻ വേഗത്തിൽ ചായ വീശി അടിക്കാൻ തുടങ്ങി. ഉയരത്തിലടിച്ച പതയുള്ള ചായയും പരിപ്പുവടയും ഗോപാലേട്ടന്റെ കടയിലെ ഒരു പ്രത്യേകതയാണ്. മുന്നിലെ ചില്ല് ഗ്ലാസ് തുറന്ന് അതിൽ നിന്ന് പരിപ്പുവടയിൽ ഒന്നെടുത്ത് പതിയെ കടിച്ച ശേഷം സിദ്ധാർത്ഥ് അവന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ഫോണിന്റെ സ്ക്രീനിൽ അവന്റെയും ഭാര്യ അർപ്പിതയുടെയും ചിരിച്ചു നിൽക്കുന്ന മനോഹരമായ ഫോട്ടോ തെളിഞ്ഞു വന്നു. ആ ഫോട്ടോ കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ ചുണ്ടിലും ഒരു ചിരി പടർന്നു. സിദ്ധാർത്ഥ് അപ്പോൾ ഫോണിന്റെ ലോക്ക് തുറന്ന് നേരെ കോൾ ലോഗിൽ ചെന്ന് അർപ്പിതയുടെ നമ്പറിലേക്ക് ഫോൺ വിളിച്ചു. കുറച്ചു ദൂരെ മാറി വലിയ ഗേറ്റുകളുള്ള 2 നില വീടിന്റെ മുകളിലത്തെ റൂമിൽ കട്ടിലിൽ കിടക്കുകയായിരുന്നു അർപ്പിത. അപ്പോൾ ഫോണിന്റെ റിങ് കേട്ടതും അവൾ കട്ടിലിൽ നിന്ന് കൈനീട്ടി മൊബൈൽ കയ്യിലെടുത്തു. ഹലോ ഏട്ടാ, അവൾ പതിയെ വിളിച്ചു. ഹലോ, ഞാൻ ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു. തലവേദന കുറവുണ്ടോ? സിദ്ധാർത്ഥ് അവളോട് സ്നേഹത്തോടെ ചോദിച്ചു. ഇപ്പൊ കുറവുണ്ട്. നന്നായി ഒന്ന് ബാമ്പുരട്ടി കുറച്ചുനേരം അങ്ങനെ കിടന്നു. കുറച്ചപ്പുറത്ത് വീട് പണി നടക്കുന്നത് കൊണ്ട് അവിടെ നിന്നും ഗ്രില്ല് ചെയ്യുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആകെ എന്തോ ഒരു വല്ലായ്മ പോലെ. അർപ്പിത പറഞ്ഞു. അത് മൈഗ്രെയിൻ ആയതുകൊണ്ടാ. ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ. നീ ഒരു കാര്യം ചെയ്യേ, കുറച്ചുനേരം കൂടെ നന്നായി ഒന്ന് കിടക്ക്. കഴിയുന്നതും ഞാൻ വേഗത്തിൽ വരാൻ നോക്കാം. 1-2 അത്യാവശ്യ കാര്യങ്ങൾ കൂടെ സ്റ്റേഷനിലുണ്ട്. അതുകൊണ്ടാ. കിടന്ന് റെസ്റ്റ് എടുക്ക് കേട്ടോ, സിദ്ധാർത്ഥ് പറഞ്ഞു. ശരി ഏട്ടാ. ഏട്ട സ്റ്റേഷനിലാണോ? അവൾ അപ്പോൾ അവനോട് ചോദിച്ചു. അല്ല, ഞാനൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയതാ. കുറച്ചു കാര്യങ്ങൾ കൂടി ചെയ്തു തീർത്തിട്ട് ഞാൻ അങ്ങ് വന്നേക്കാം. ശരി, ഫോണിൽ സംസാരിച്ച് തലവേദന കൂട്ടണ്ട. നീ ഫോൺ വെച്ചോ, സിദ്ധാർത്ഥ് സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ മറുപുറത്ത് അർപ്പിതയ്ക്ക് എന്തോ അവനോട് പറയാനുണ്ടായിരുന്നു. പിന്നെ ഏട്ടാ, വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കെന്തോ ഒരു വല്ലായ്മ, അവൾ പതിയെ പറഞ്ഞു. തലവേദനയുടേത് അർപ്പിത, മാറിക്കോളും, സാരമില്ല. അയ്യോ അതല്ല ഏട്ടാ, വേറെ എന്തോ ആണോ എന്നൊരു ചെറിയ സംശയം. അർപ്പിത ചെറിയൊരു സംശയത്തോടെ അവനോട് പറഞ്ഞു. ദാ സാറേ ചായ. അപ്പോഴേക്കും ഗോപാലേട്ടൻ നീളത്തിലടിച്ച ചായ അവന്റെ കയ്യിലേക്ക് കൊടുത്തിരുന്നു. സിദ്ധാർത്ഥ് ഒരു കൈകൊണ്ട് ചായ ഗ്ലാസ് വാങ്ങി അവന്റെ ചുണ്ടോട് ചേർത്തു. നീ എന്താ അർപ്പിത പറഞ്ഞു വരുന്നത്? സിദ്ധാർത്ഥ് ആകാംക്ഷയോടെ അവളോട് ചോദിച്ചു. ഉറപ്പില്ലാട്ടോ, എന്നാലും പ്രഗ്നന്റ് ആണോ എന്ന് ഒരു ചെറിയ സംശയം. അവൾ പറഞ്ഞു കേട്ടതും സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ വിടർന്നു. അവന്റെ മുഖത്താകെ സന്തോഷം പടർന്നു. ആണോ? എന്തുപറ്റി നിനക്ക് അങ്ങനെ തോന്നാൻ? ഈ മാസം ഡേറ്റ് ആയില്ലല്ലോ. അവൻ അത് പറഞ്ഞ് അവന്റെ ഫോണിന്റെ സ്ക്രീനിലേക്കൊന്ന് അന്നത്തെ ഡേറ്റ് നോക്കി. പറഞ്ഞ പോലെ ഡേറ്റ് കഴിഞ്ഞല്ലേ. എല്ലാ മാസവും നെഗറ്റീവ് ആകുന്നത് കൊണ്ട് ഞാൻ അതങ്ങ് വിട്ടുപോയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഡോക്ടറെ പോയി കാണാം. ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് എത്താൻ നോക്കാം. നീ റെഡിയായിട്ടിരുന്നോ? സിദ്ധാർത്ഥ് ആകാംക്ഷയോടെ പറഞ്ഞു. തിരക്കില്ല ഏട്ടാ, പതിയെ വന്നാ മതി. ഏട്ടൻ വന്നിട്ട് നമുക്കൊന്ന് പോകാം. പിന്നെ എല്ലാ മാസവും സന്തോഷത്തോടെ പോയി നിരാശപ്പെട്ടു വരുന്നത് കൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും എന്തോ ഒരു മനം പുരട്ടല് പോലെ. തലവേദനയുടേതാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ തലവേദന മാറിയിട്ടും ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ ആകെ വല്ലാത്തൊരു ക്ഷീണവും ചെറിയൊരു മൂത്രക്കടച്ചിലും എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്. അതാണെന്ന് എന്റെ മനസ്സ് പറയുന്നു, അർപ്പിത സന്തോഷത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥ് അപ്പോൾ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തോടെ ചിരിച്ചു. എന്റെ പൊന്നു മോളെ, 5 വർഷത്തെ കാത്തിരിപ്പാ. നീ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. എനിക്ക് ഈ ആകാംക്ഷയും വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ വയ്യ. ഞാൻ എങ്ങനെയെങ്കിലും കുറച്ചു സമയത്തെ ഗ്യാപ്പ് ഉണ്ടാക്കി അങ്ങ് വരാം. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യാം, സിദ്ധാർത്ഥ് പറഞ്ഞു. വേണ്ട ഏട്ടാ, ഏട്ടൻ വരുമ്പോൾ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിയിട്ട് വന്നാൽ മതി. നമുക്ക് ആദ്യം അതിലൊന്ന് നോക്കാം. ഹോസ്പിറ്റലിൽ പോയി വിഷമിച്ച് തിരികെ വരണ്ടല്ലോ. പ്രഗ്നൻസി ടെസ്റ്റിൽ കാണുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ഹോസ്പിറ്റലിൽ പോകാമല്ലോ. ഇനി അഥവാ ഇല്ലെങ്കിൽ, അർപ്പിത പറയാൻ വന്നപ്പോൾ സിദ്ധാർത്ഥ് അവളെ തടഞ്ഞു. അങ്ങനെ വിചാരിക്കണ്ട, നമുക്ക് നോക്കാം. കിറ്റ് ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. ടെസ്റ്റിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മുടെ ഒരു സമാധാനത്തിന് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കാം. ഞാനിതാ അങ്ങെത്തി. സ്റ്റേഷനിൽ ആരെയെങ്കിലും ഒന്ന് ഏർപ്പാടാക്കി ഇപ്പൊ തന്നെ എത്തി. സിദ്ധാർത്ഥ് അത് പറഞ്ഞ് സന്തോഷത്തോടെ ഫോൺ വെച്ചു. സ്റ്റേഷനിൽ അത്യാവശ്യമായി ഉണ്ടായിരുന്ന ഡ്യൂട്ടി കോൺസ്റ്റബിൾ രാജേഷിനെ പറഞ്ഞേൽപ്പിച്ച് സിദ്ധാർത്ഥ് വേഗം സ്റ്റേഷനിൽ നിന്നിറങ്ങി. വരുന്ന വഴിക്ക് മെഡിക്കൽ ഷോപ്പിൽ കയറി ഒരു പ്രഗ്നൻസി കിറ്റും വാങ്ങി അവന്റെ ജീപ്പ് വീടിന് മുന്നിൽ ചെന്നെത്തിയതും കോളിംഗ് ബെൽ അടിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ അർപ്പിത ഓടി വന്ന് വാതിൽ തുറന്നിരുന്നു. അവനെ കണ്ടതും മുറ്റത്തേക്ക് ഓടിയെത്തി അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവൻ അവൾക്കൊപ്പം വേഗം അകത്തേക്ക് കയറി. ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? സിദ്ധാർത്ഥ് അവളോട് ചോദിച്ചു. ക്ഷീണമുണ്ട്, ആകെ ഒരു ക്ഷീണം. പിന്നെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, അവൾ പറഞ്ഞു. സാരമില്ല, ചിലപ്പോൾ അത് തന്നെയാകും. കിറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിലിനി ലൈൻ കണ്ടില്ലെങ്കിലും നീ ടെൻഷൻ ആകാൻ നിൽക്കരുത്. ഹോസ്പിറ്റലിൽ പോയി നോക്കാലോ. യൂറിൻ ടെസ്റ്റിനേക്കാൾ ആക്യുറസി ബ്ലഡ് ടെസ്റ്റ് അല്ലേ. നമുക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നീ വന്നേ. അവൻ അവളെയും കൂട്ടി അകത്തേക്ക് കയറി.
ഡൈനിങ് ഹാളിൽ വെച്ചിരുന്ന ജഗ് കയ്യിലെടുത്ത് അവൻ ജഗ്ഗോട് കൂടെ തന്നെ അല്പം വെള്ളം കുടിച്ചു. ഞാൻ ഏട്ടന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, ചൂടല്ലേ, ചായ വേണ്ടല്ലോ, നാരങ്ങ വെള്ളം കലക്കട്ടെ? അവൾ അപ്പോൾ അവനോട് ചോദിച്ചു. നീ ഒരു വെള്ളവും കലക്കണ്ട, ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോളാ നീ വിളിച്ചത്. ഇനി ഒന്നും വേണ്ട, നീ പെട്ടെന്ന് ചെന്ന് യൂറിൻ എടുത്തിട്ട് വാ, നമുക്കൊന്ന് നോക്കാം. അവൻ അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവളോടൊപ്പം റൂമിലേക്ക് കയറി. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം. അവൻ അത് പറഞ്ഞ് അവൾക്കൊപ്പം ബാത്റൂമിലേക്ക് കയറാൻ ചെന്നപ്പോൾ അവൾ അവനെ ചിരിച്ചുകൊണ്ട് തട്ടി മാറ്റി. അയ്യടാ, അത്രയ്ക്ക് ആകാംക്ഷ വേണ്ട, ഇവിടെ ഇരുന്നാ മതി. അർപ്പിത അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവനെ വീണ്ടും ഒന്ന് ചെറുതായി തള്ളി മാറ്റി. വലത് കൈകൊണ്ട് മീശ ഒന്ന് ചെറുതായി പിരിച്ച് അവളെ ഒരു കള്ളനോട്ടം നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് അപ്പോൾ കട്ടിലിലേക്ക് കിടന്നു. ശേഷം അർപ്പിത സന്തോഷത്തോടെ ചെന്ന് യൂറിൻ എടുത്ത് തിരികെ വന്നു. അവളെ കണ്ടതും സിദ്ധാർത്ഥ് വേഗത്തിൽ കട്ടിലിൽ നിന്ന് എണീറ്റു. ആകാംക്ഷയോടെ പൊട്ടിച്ച പ്രഗ്നൻസി കിറ്റ് കയ്യിലെടുത്ത് അതിൽ പതിയെ യൂറിൻ ഇറ്റിച്ചു നോക്കാൻ പോകുമ്പോഴേക്കും അർപ്പിത അവന്റെ കയ്യിൽ മെല്ലെ പിടിച്ചു. അവൾ കയ്യിൽ തടഞ്ഞു പിടിച്ചപ്പോൾ സിദ്ധാർത്ഥ് അവളെ ഒന്ന് നോക്കി. എന്തേ? അവൻ അവളോട് തല ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഏട്ടാ, ഇനി അഥവാ അല്ലെങ്കിലോ? അവൾ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മെല്ലെ ഒന്ന് ഉമ്മ വെച്ചു. അല്ലെങ്കിൽ എന്താടി പെണ്ണെ, ഞാനും നീയും ഇവിടെ തന്നെ ഇല്ലേ? എത്രയോ ആളുകൾക്ക് 5ഉം 10ഉം വർഷം കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്ത് കുട്ടികൾ ഉണ്ടാകുന്നു. ഇനി അതല്ലെങ്കിൽ നമ്മൾ പതിവ് പോലെ അങ്ങ് മുന്നോട്ടു പോകും, മരുന്ന് കഴിക്കും. എന്നിട്ട് ദൈവം വിധിച്ച പോലെ നമുക്കൊരു കുഞ്ഞിനെ സമയമാകുമ്പോൾ ദൈവം തന്നെ തരും. നീ അതോർത്ത് വിഷമിക്കല്ലേ, നമുക്ക് നോക്കാടി. സിദ്ധാർത്ഥ് അത് പറഞ്ഞ് അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവളെ ചുറ്റിപ്പിടിച്ച കയ്യിൽ പ്രഗ്നൻസി കിറ്റ് വെച്ച് പതിയെ അവളുടെ യൂറിൻ ഡ്രോപ്സ് ആ കിറ്റിലേക്ക് ശ്രദ്ധയോടെ ഇറ്റിച്ചു. പെട്ടെന്ന് അതിൽ 2 വര തെളിഞ്ഞു കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെയും അർപ്പിതയുടെയും മുഖം ഒരുപോലെ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി. എത്രയോ നാളിന്റെ കാത്തിരിപ്പാണ്. എത്രയോ കുറ്റപ്പെടുത്തലുകൾക്കും കുത്തിച്ചോദ്യങ്ങൾക്കും നടുവിൽ പരിഹാസം ഏറ്റുവാങ്ങി നിൽക്കേണ്ടി വന്നപ്പോഴും അവർ 2 പേരും ആഗ്രഹിച്ചത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. മാസങ്ങളുടെയും വർഷങ്ങളുടെയും കാത്തിരിപ്പ്. ശരിക്കു പറഞ്ഞാൽ ചുവപ്പ് വര തെളിഞ്ഞത് ആ പ്രഗ്നൻസി കിറ്റിൽ മാത്രമായിരുന്നില്ല, അവരുടെ 2 പേരുടെയും ഹൃദയത്തിൽ കൂടിയായിരുന്നു. അതിലേക്ക് നോക്കി നിൽക്കുമ്പോൾ സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അർപ്പിതയുടെ കണ്ണുകളും ചുവന്നു കലങ്ങിയിരുന്നു. അവനോടൊന്നും പറയാനാകാതെ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഏട്ടാ, എനിക്കൊരു സംശയം തോന്നിയിരുന്നു. പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കിതച്ചുകൊണ്ടാണ് അവൾ അവനോട് അത് പറഞ്ഞത്. ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല അർപ്പിത. ഇത് ശരിക്കും എനിക്ക് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി. അവൻ അത് പറഞ്ഞ് അവളെ തന്നോട് ചേർത്തു പിടിച്ചു. അവളുടെ നെറ്റിയിലേക്ക് പതിയെ അവന്റെ ചുണ്ടുകൾ ചേർത്ത് ഉമ്മ വെക്കുമ്പോൾ അവന്റെ ചുണ്ടും ശരീരവും ആകെ വിറയ്ക്കുകയായിരുന്നു. കുറച്ചു നേരത്തേക്ക് പരസ്പരം ഒന്നും പറയാതെ അവർ 2 പേരും കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്നുകൊണ്ടേയിരുന്നു. അവൻ അവളെ ഉമ്മകൾ കൊണ്ടു മൂടി. കരയാൻ കണ്ണുനീർ പോലും വരാതെ, ശബ്ദം പുറത്തേക്ക് കിട്ടാതെ തന്റെ സങ്കടത്തെ കടിച്ചമർത്തി പിടിച്ചുകൊണ്ട് അർപ്പിത അവന്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നു. ഇനി നമുക്ക് ധൈര്യത്തോടെ ഹോസ്പിറ്റലിൽ പോകാം. കിറ്റിൽ പോസിറ്റീവ് ആയതുകൊണ്ട് മറ്റൊന്നും പേടിക്കാനില്ലല്ലോ. നമ്മൾ കാണിക്കുന്ന ഡോക്ടറെ തന്നെ കാണിക്കാം. ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാം. നീ ചെന്ന് റെഡിയാവ്. സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ തന്നെ 2 പേരും അവർ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ പോയി കണ്ടു. അവിടെ വെച്ച് ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും എല്ലാം ചെയ്തപ്പോൾ അർപ്പിത പ്രഗ്നന്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അവരുടെ 2 പേരുടെയും ജീവിതത്തിലെ ഏറെ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു അന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിക്ക് സിദ്ധാർത്ഥ് അവളെ വലിയ റെസ്റ്റോറന്റിൽ കൂട്ടിക്കൊണ്ടുപോയി ഒരു മേശ നിറയെ ഭക്ഷണം വാങ്ങിക്കൊടുത്തു. അവളെ കൊണ്ട് വയറ് നിറയെ കഴിപ്പിച്ചു. സ്നേഹം കൊണ്ട് തലോടി. കാറിലിരുന്ന് സന്തോഷം കൊണ്ട് വീണ്ടും വീണ്ടും ഉമ്മ വെച്ചു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിലൂടെ അന്ന് അവർ കടന്നുപോയി. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സമയം 9 മണി കഴിഞ്ഞിരുന്നു. ഞാൻ ചെന്ന് മേലെ കഴുകട്ടെ? അർപ്പിത ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥ് ഒന്നുകൂടെ അവളെ വാരി പുണർന്നു. വീണ്ടും അവളുടെ മുഖത്തും കവിളിലും ഉമ്മ വെച്ചു. അവളുടെ വയറ്റിൽ പതിയെ അവന്റെ കൈ ചേർത്തു വെച്ചു. കുഞ്ഞിന്റെ തുടിപ്പറിയാനുള്ള സമയമൊന്നും ആയിട്ടില്ലെങ്കിലും വെറുതെയെങ്കിലും തന്റെ ജീവൻ അവളുടെ ഉള്ളിൽ തുടിക്കുന്നത് അറിയാനായി സിദ്ധാർത്ഥിന്റെ മനസ്സ് കൊതിച്ചു. അല്പനേരം കൂടി പരസ്പരം വാരി പുണർന്ന് സ്നേഹിച്ചു കഴിഞ്ഞ ശേഷമാണ് അർപ്പിത മേല് കഴുകാനായി ബാത്റൂമിലേക്ക് കയറിയത്. സിദ്ധാർത്ഥാണെങ്കിൽ സന്തോഷത്തോടെ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു. തന്റെ ഒപ്പം കല്യാണം കഴിഞ്ഞ പലർക്കും കുഞ്ഞുങ്ങളായി. പലരുടെ മക്കളെയും കാണുമ്പോൾ തന്റെ കുഞ്ഞിനെ ഒന്ന് ലാളിക്കാൻ എത്രയോ കൊതിച്ചതാണ്. തന്നെക്കാളേറെ അർപ്പിതയും. പലരുടെയും കുറ്റപ്പെടുത്തലും ആർക്കാണ് കുഴപ്പമെന്നുള്ള ചോദ്യം ചെയ്യലുമെല്ലാം കേട്ട് മനസ്സൊരുപാട് മരവിച്ചതാണ്. എല്ലാത്തിനും ദൈവം ഉത്തരം തന്നിരിക്കുന്നു. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടി കാത്തുവെച്ചിരുന്ന ദിവസം. അവന്റെ കണ്ണുകൾ അവൻ അറിയാതെ തന്നെ നിറയുന്ന പോലെ അവന് തോന്നി. സന്തോഷത്തോടെ അവൻ കാലു നീട്ടി സോഫയുടെ ഒരു വശത്തേക്ക് തല ചേർത്ത് വെച്ച് വരാനിരിക്കുന്ന കുഞ്ഞിനെ ഓർത്തുകൊണ്ട് അങ്ങനെ കിടന്നു.
അങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്നാണ് അവന്റെ മൊബൈൽ റിങ് ചെയ്തത്. അവൻ അപ്പോൾ ചുറ്റിലും ഒന്ന് നോക്കി, പോക്കറ്റിൽ ഒന്ന് തപ്പി നോക്കി. പക്ഷേ പോക്കറ്റിൽ നിന്നല്ല റിങ് ചെയ്യുന്നത്. അകത്തേക്ക് കയറിയപ്പോൾ മൊബൈൽ മേശപ്പുറത്ത് വെച്ചിരുന്നു. അവൻ സോഫയിൽ നിന്ന് എണീറ്റ് ചെന്ന് ഫോൺ കയ്യിലെടുത്തു. സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ ഏതോ ഒരു പരിചയമില്ലാത്ത നമ്പറാണ്. ആരാണെന്നറിയില്ലെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ, സബ് ഇൻസ്പെക്ടർ സിദ്ധാർത്ഥ് അല്ലേ? ഫോൺ എടുത്ത പാടെ അപ്പുറത്തു നിന്ന് ചോദ്യം വന്നു. അതെ, ആരാണ്? പറഞ്ഞോളൂ. സിദ്ധാർത്ഥ് ഒഫീഷ്യലായി തന്നെ സംസാരിച്ചു തുടങ്ങി. എന്നാൽ തൊട്ടടുത്ത നിമിഷം അപ്പുറത്തു നിന്ന് ഒരു പൊട്ടിച്ചിരിയാണ് അവൻ കേട്ടത്. മറുപടി ഒന്നും പറയാതെ അപ്പുറത്തുള്ള ആൾ വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നു. ഏതവനാ ഇത്? സിദ്ധാർത്ഥ് ഒന്നുകൂടെ ഫോണിന്റെ സ്ക്രീനിലേക്ക് നോക്കി. ഒരു പരിചയവുമില്ലാത്ത നമ്പറാണ്. അപ്പോഴും അപ്പുറത്ത് പൊട്ടിച്ചിരി നിന്നിരുന്നില്ല. ഫോൺ വിളിച്ച് അപ്പുറത്തു നിന്ന് നിർത്താതെയുള്ള ചിരി കേട്ടപ്പോൾ സിദ്ധാർത്ഥിനാകെ ദേഷ്യം കയറി. നിർത്തടോ, ആരാടോ താൻ? രാത്രിയിൽ ഫോണിലേക്ക് വെച്ച് വിളിച്ചിട്ട് തന്റെ അട്ടഹാസം കേൾക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയടോ, അല്ലെങ്കിൽ വെച്ചിട്ട് പോടോ. വീട്ടിലൊരു പൂച്ചക്കുട്ടിയായിരുന്നെങ്കിലും അല്ലാത്തിടത്ത് സിദ്ധാർത്ഥ് അല്പം ദേഷ്യക്കാരൻ തന്നെയായിരുന്നു. ഒന്ന് അടങ്ങ് സിദ്ധാർത്ഥ് സാർ, നിന്റെ ദേഷ്യം ഒന്ന് അടക്കി വെക്കേ. എന്നിട്ട് ഞാൻ പറയുന്നത് നീ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. 5 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് എനിക്കറിയാം. നീ ഒരച്ഛനാവാൻ പോവുകയാണെന്ന്. അപ്പുറത്തു നിന്ന് അയാൾ അത് പറഞ്ഞു കേട്ടതും സിദ്ധാർത്ഥ് ഒന്ന് ഞെട്ടി. താനും അർപ്പിതയും മാത്രം അറിഞ്ഞ ആ കാര്യം ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും വന്ന് കയറിയിട്ടേ ഉള്ളൂ. അതെങ്ങനെ മറ്റൊരാൾ അറിഞ്ഞു? സിദ്ധാർത്ഥ് അപ്പോൾ ഫോൺ കോളിലേക്കൊന്ന് നന്നായി ശ്രദ്ധിച്ചു. എന്ത്? താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്? ആദ്യം താൻ എന്നെ വിളിച്ച കാര്യം പറ, എന്നിട്ടല്ലേ ബാക്കി. സിദ്ധാർത്ഥിനാകെ കൂടെ വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് സിദ്ധാർത്ഥ് സാറെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഹോസ്പിറ്റലിൽ പോയി നിന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ സന്തോഷത്തിൽ ഇരിക്കുവായിരിക്കുമല്ലേ വീട്ടിൽ? എന്നാ നീ കേട്ടോടാ പുല്ലേ, നിന്റെ ഭാര്യ ഗർഭിണിയാണെന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. എന്നാലേ അവളുടെ വയറ്റിൽ വളരുന്നത് നിന്റെ കുഞ്ഞല്ല. അപ്പുറത്തു നിന്ന് ആ ഒരു വാക്ക് കേട്ടതും സിദ്ധാർത്ഥ് ഒരു നിമിഷം ആകെ ഞെട്ടിത്തരിച്ചുപോയി. അവൻ നിൽക്കുന്നിടത്ത് നിന്ന് ഭൂമി ഒന്നാകെ അവന് ചുറ്റും കറങ്ങുന്ന പോലെ അവന് തോന്നി. ഒരു നിമിഷം താൻ കേട്ടതെന്താണെന്ന് പോലും വിശ്വസിക്കാനാവാതെ അവൻ അങ്ങനെ തന്നെ നിന്നുപോയി. എന്ത്? നിങ്ങൾ ആരാ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? സിദ്ധാർത്ഥിന്റെ ശബ്ദം ഉച്ചത്തിലായി. ഞാൻ പറയുന്നത് സത്യം തന്നെയാടാ, സത്യമായ കാര്യം. എന്തേ, നീ ഞെട്ടിയോ? അപ്പുറത്തു നിന്ന് വീണ്ടും ചോദ്യം വന്നു. ഇല്ല, ഞാൻ എന്തിനു ഞെട്ടണം? ഏതോ ഒരുത്തം ഫോണിൽ വിളിച്ച് തെമ്മാടിത്തരം പറയുന്നതിന് ഞാൻ എന്തിനു ഞെട്ടണം? ഫോൺ വെച്ചിട്ട് പോടോ. സിദ്ധാർത്ഥ് ഫോൺ കട്ടാക്കാൻ എന്ന പോലെ പോയപ്പോൾ അപ്പുറത്തു നിന്ന് വീണ്ടും അയാൾ ഉച്ചത്തിൽ ചിരിച്ചു. ആ ചിരി കേട്ടപ്പോൾ അവൻ ഫോൺ കട്ടാക്കാതെ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി. ആരാടാ താൻ? താൻ ഏത് മറ്റവനാണെങ്കിലും ഫോണിൽ വിളിച്ച് വകതിരിവില്ലാത്ത കാര്യം പറഞ്ഞാൽ അടിച്ചു കരണക്കുറ്റി ഞാൻ പൊളിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. സിദ്ധാർത്ഥ് വളരെ ദേഷ്യത്തോടെ അയാളോട് ഗർജിച്ചു. എന്നാൽ അപ്പുറത്തു നിന്ന് അപ്പോഴും അയാളുടെ ചിരി വളരെ ഉച്ചത്തിലായിരുന്നു. സിദ്ധാർത്ഥ് സാറേ, സിദ്ധാർത്ഥ് സാറിന് എന്നെ അറിയില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. സാർ ഒന്ന് സ്റ്റേഷനിൽ പോയി ഒരു 3 വർഷം മുൻപുള്ള ഒരു കേസിന്റെ കോപ്പിപ്പൊടി തട്ടിയെടുത്ത് നോക്ക്. കേസ് നമ്പർ 410. സർവീസിൽ കയറിയ സമയത്ത് ചോരത്തിളപ്പ് കാണിക്കാൻ വേണ്ടി നീ എന്റെ അനിയനെ പിടിച്ച് ജയിലിൽ ഇട്ടിരുന്നു. കാര്യം അവനൊരു കുറ്റവാളിയൊക്കെ തന്നെയായിരുന്നു. എല്ലാതരം തെമ്മാടിത്തരവും അവന്റെ കയ്യിലുണ്ടായിരുന്നു. കള്ളും കഞ്ചാവും മയക്കുമരുന്നും പെണ്ണുപിടിയും എന്ന് വേണ്ട സകലതും. പക്ഷേ നീ അവനെ പിടിച്ച് സമർത്ഥമായി അകത്താക്കിയപ്പോൾ അവന്റെ ജീവിതശൈലി ആകെ താളം തെറ്റി. പരോളിൽ വന്നപ്പോൾ വീണ്ടും ജയിലിൽ കിടക്കാൻ കഴിയാതെ അവൻ അങ്ങ് ആത്മഹത്യ ചെയ്തു. കാര്യം ആത്മഹത്യ ഒന്നുമല്ല, അവന്റെ വിഷമം മാറ്റാൻ അവൻ ഒരു മരുന്ന് കൂടുതൽ അടിച്ചു പോയതാ. അതിന്റെ ഡോസ് കൂടിയപ്പോൾ അവൻ മരിച്ചു. ആളൊരു കുറ്റവാളിയൊക്കെ ആണെങ്കിലും ഒരു കുഞ്ഞിനെ വേണമെന്ന് അവന് വല്ലാത്ത മോഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുൻപ് ഒരു കുഞ്ഞിനു വേണ്ടി അവന്റെ ബീജം മരവിപ്പിച്ച് സൂക്ഷിച്ചിരുന്നു. ഭാവിയിൽ അവൻ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനു വേണ്ടി അവൻ തന്നെ ചെയ്തതാണ്. പക്ഷേ അവൻ അതിന് യോഗമുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇടയ്ക്കാണ് നീ നിന്റെ ഭാര്യയും കുട്ടികളില്ലാതെ ഉള്ള പൈസ മുഴുവൻ മുടക്കി ഹോസ്പിറ്റൽ കയറി ഇറങ്ങുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. നീ ചെന്ന് കാണിച്ച ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ ആദിത്യൻ മേനോൻ, അയാൾ നിന്നെ ചതിക്കുമെന്ന് നീ ഒരിക്കലും കരുതിയില്ല അല്ലേ? അയാൾക്ക് ലക്ഷങ്ങൾ വലവീശി എറിഞ്ഞ് ഒരു ദിവസം ചെക്കപ്പ് എന്ന പേരിൽ നിന്റെ ഭാര്യയുടെ ഉള്ളുപരിശോധനയ്ക്കിടെ എന്റെ അനിയന്റെ ബീജം ഡോക്ടർ ആദിത്യ മേനോൻ അവൾ അറിയാതെ അവളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു മിസ്റ്റർ സിദ്ധാർത്ഥ്. അത് പറഞ്ഞ് അപ്പുറത്തു നിന്ന് അയാൾ വീണ്ടും ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു തുടങ്ങിയപ്പോൾ സിദ്ധാർത്ഥിനാകെ തല കറങ്ങുന്ന പോലെ തോന്നി. ഒരു നിമിഷം താൻ കേട്ടത് സത്യമാണോ എന്ന് പോലും വിശ്വസിക്കാനാവാതെ കണ്ണിൽ ഇരുട്ട് കയറിയ പോലെ അവൻ അങ്ങനെ നിന്നു. അതുവരെ ഉണ്ടായിരുന്ന അവന്റെ സന്തോഷവും ആശ്വാസവും എല്ലാം അവന്റെ മുഖത്തു നിന്ന് എങ്ങോ പോയി മറഞ്ഞു. കേട്ടത് തലയിലേക്ക് എടുക്കാൻ പോലും ആകാതെ അവന്റെ കയ്യിൽ നിന്ന് അവന്റെ മൊബൈൽ ഫോൺ വിറയ്ക്കാൻ തുടങ്ങി. ഒരു നിമിഷം അവൻ അയാളോട് തിരിച്ചൊന്നും പറയാൻ കഴിഞ്ഞില്ല. നീ കാരണം അന്ന് മരണപ്പെട്ട വിഘ്നേഷ് എന്ന കുറ്റവാളിയുടെ ഏട്ടനാടാ ഞാൻ.
നിന്നോടുള്ള പ്രതികാരം ഇതോടെ ഞാൻ വീട്ടി. എന്റെ അനിയന്റെ വംശം നശിപ്പിക്കാൻ കാരണക്കാരനായ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയുടെ വയറ്റിൽ തന്നെ അവന്റെ ചോര വളരണം. ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ അത് നിന്റെ ശത്രുവാണെന്ന് മനസ്സിലാക്കി ഓരോ നിമിഷവും നീ നീറി നീറി ജീവിക്കണം. അതൊക്കെ 10 മാസം കഴിഞ്ഞുള്ള കാര്യം. ഇപ്പൊ നിനക്ക് അതിലും വലിയ ശിക്ഷ എന്താണെന്ന് ഞാൻ പറയട്ടെ. നീ ഇതെങ്ങനെ നിന്റെ ഭാര്യയോട് പറയും? അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ നീ അവളെ കൂട്ടിക്കൊണ്ടുപോയാൽ അവൾ പിന്നെ നിന്റെ കൂടെ ജീവിക്കുമോടാ? 5 വർഷം കാത്തിരുന്ന് മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ട് കിട്ടിയതല്ലേ. ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ അവള് സമ്മതിക്കുമോ? നീ ഇപ്പോ കരുതുന്നുണ്ടാകും തുടക്കത്തിലെ അങ്ങ് ഒഴിവാക്കാമെന്ന്. എനിക്ക് വേണമെങ്കിൽ നിന്റെ ഭാര്യയുടെ പ്രസവം കഴിഞ്ഞിട്ട് നിന്നോടിത് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഒരു ദിവസം നേരത്തെ നീ നീറി തുടങ്ങണം. പ്രസവം കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാൽ നീ എങ്ങനെയെങ്കിലും അതിനെ വളർത്തും. ഇപ്പോൾ ആകുമ്പോൾ നിനക്ക് പല വഴിയുമുണ്ട്. അതിനെ ഒഴിവാക്കാം, അങ്ങനെ പലതും ചെയ്യാം. പക്ഷേ അപ്പോഴും നിന്റെ കുടുംബം തകരും. നിന്റെ ഭാര്യ സമ്മതിക്കുമോ? സ്വന്തം ഭാര്യ ഗർഭിണിയാണെന്ന സന്തോഷത്തിലിരിക്കുന്ന നീ എങ്ങനെ അവളോട് പറയും അവളുടെ വയറ്റിൽ വളരുന്ന കൊച്ചിന്റെ തന്ത നീയല്ലെന്ന്? ഒരാണായ നിനക്ക് അവളോട് മുഖത്ത് നോക്കി അത് പറയാൻ പറ്റുമോടാ? വെച്ചിട്ട് പോടാ. അത് പറഞ്ഞ് അയാൾ അപ്പുറത്തു നിന്ന് വീണ്ടും ഉച്ചത്തിൽ ചിരിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്ന സിദ്ധാർത്ഥിനപ്പോൾ അയാളോടൊന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. അപ്പുറത്ത് ഫോൺ കട്ടാകുന്ന ശബ്ദം അവൻ കേട്ടു. അവന്റെ കയ്യിൽ നിന്നും മൊബൈൽ ഊർന്നിറങ്ങി താഴേക്ക് വീണുപോയി. ആകെ വിയർത്തു കുളിച്ച് അവൻ പതിയെ എങ്ങനെയോ സോഫയിലേക്കിരുന്നു. പണ്ട് കള്ളും കഞ്ചാവും മയക്കുമരുന്നും പെണ്ണുപിടിയുമൊക്കെയായി നടന്ന ഒരുത്തനെ ബലമായി പിടിച്ചിട്ടാണെങ്കിലും അറസ്റ്റ് ചെയ്തതും റിമാൻഡ് ചെയ്തതും കോടതി അവനെ ശിക്ഷിച്ചതുമെല്ലാം സിദ്ധാർത്ഥിന്റെ മനസ്സിലേക്ക് ഓടി വന്നു. പക്ഷേ ഒരു നിയമപാലകൻ എന്ന നിലയ്ക്ക് നിയമം മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ. അത് തന്റെ ഡ്യൂട്ടി ആയിരുന്നു. അതിന്റെ പിറകിൽ ഇത്രയും വലിയൊരു ചതി ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നോ? തന്റെ ജീവിതം തകർക്കാൻ മാത്രം കരുത്തുള്ള ഒരു വലിയ പ്രതികാരം. സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനാകെ തല കറങ്ങുന്ന പോലെ തോന്നി. അവൻ അവിടെ സോഫയിൽ ഇരുന്നു കൊണ്ട് മെല്ലെ അവന്റെ മുഖം പൊത്തി. തല താഴ്ത്തി വെച്ച് ആലോചിക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നിർത്താതെ ഒഴുകുകയായിരുന്നു. മുഖം പൊത്തിപ്പിടിച്ച് അവന്റെ കൈവിരലുകളെ നനച്ചുകൊണ്ട് ആ കണ്ണുനീരിന്റെ നനവ് പുറത്തേക്ക് വന്നു. പെട്ടെന്നാണ് അർപ്പിത വന്ന് അവനെ ചേർത്തു പിടിച്ചത്. അവൾ വന്ന് കെട്ടിപ്പിടിച്ചതും സിദ്ധാർത്ഥ് ഒന്ന് ഞെട്ടി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തല ഉയർത്തിയ അവനെ കണ്ടതും അർപ്പിത ഒരു നിമിഷം വല്ലാതെയായി. എന്തു പറ്റി ഏട്ടാ? മുഖം വല്ലാതെ ഇരിക്കുന്നല്ലോ. ഏട്ടൻ വീണ്ടും കരഞ്ഞോ? അർപ്പിത അവനോട് സ്നേഹത്തോടെ ചോദിച്ചു. അത് ഞാൻ എന്തോ ഒരു വിഷമം പോലെ. അവൻ മെല്ലെ അങ്ങനെ പറഞ്ഞ് അവന്റെ കണ്ണു തുടച്ചു. അർപ്പിത അപ്പോൾ ഒന്നുകൂടെ അവനോട് ചേർന്നിരുന്നു. അവന്റെ മുഖത്തോട് അവളുടെ മുഖം ചേർത്തു വെച്ചു. അതെ, ഈ വിഷമം സന്തോഷത്തിന്റെയാ. എനിക്കുമുണ്ട്. അത്രയും ആഗ്രഹിച്ചതല്ലേ നമ്മൾ രണ്ടുപേരും. അവൾ അത് പറഞ്ഞ് അവനോട് പറ്റിച്ചേർന്ന് അങ്ങനെ ഇരുന്നപ്പോൾ സിദ്ധാർത്ഥിന് എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടാത്ത അവസ്ഥയായിരുന്നു. അർപ്പിതയോട് ഇതെങ്ങനെ പറയും? അവളെ വിഷമിപ്പിക്കാൻ വയ്യ. എന്റെ കുഞ്ഞാണ് വയറ്റിൽ വളരുന്നതെന്ന സന്തോഷത്തില അവൾ. അതൊരു ക്രിമിനലിന്റെ കുഞ്ഞാണെന്നറിഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കും? അവൾ ഈ കുഞ്ഞിനെ നശിപ്പിക്കുമോ? അല്ലെങ്കിൽ അവൾ മറ്റെന്തെങ്കിലും? സിദ്ധാർത്ഥ് പലതും ചിന്തിച്ചു കൂട്ടുമ്പോൾ അർപ്പിത അവനോടൊന്നുകൂടെ പറ്റിച്ചേർന്നിരുന്നു. എന്നിട്ട് അവന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ഏട്ടാ, ഗർഭിണിയായിരിക്കുമ്പോൾ എല്ലാവരും ഭർത്താക്കന്മാരുടെ സാമീപ്യമാണ് ഏറ്റവും അധികം കൊതിക്കുക എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കുമെന്തോ ഏട്ടനോട് പറ്റിച്ചേർന്ന് ഇങ്ങനെ ഇരിക്കാനാ തോന്നുന്നത്. കുറച്ചു ദിവസം ലീവ് എടുക്കാമോ? ഒരു 2 ദിവസമെങ്കിലും? അർപ്പിത അവനോട് ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥ് അത് ശ്രദ്ധിച്ചതുപോലുമില്ലായിരുന്നു. അവൾ അപ്പോൾ അവനെ ഒന്ന് നോക്കി. ഏട്ടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കുറച്ചു ദിവസം ലീവ് എടുക്കാമോ എന്ന്. അവൾ അവന്റെ കവിളിൽ പിടിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. സിദ്ധാർത്ഥ് ഒരു നിമിഷം എന്തോ ഒരു ഭാവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ഏട്ടൻ ഈ ലോകത്തൊന്നുമല്ലേ? ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ? അവൾ അത് പറഞ്ഞ് വീണ്ടും സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ച് അവന്റെ തോളിൽ അങ്ങനെ കിടന്നു. അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുവോളം അർപ്പിത അവനോട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ സന്തോഷം അത്രയ്ക്കുണ്ടായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥിന് അതിലൊന്നും ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ അവന്റെ നെഞ്ചിൽ കിടന്ന അർപ്പിത ഉറങ്ങുമ്പോൾ സിദ്ധാർത്ഥ് എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുകയായിരുന്നു. പെട്ടെന്ന് അവൻ അവന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടച്ചു. അവന്റെ കണ്ണിൽ ഒരു രൂക്ഷഭാവം വന്നു നിറഞ്ഞു. അവന്റെ ചിന്തകൾ മറ്റെങ്ങോട്ടോ തിരിഞ്ഞു എന്ന് അവന്റെ മുഖഭാവത്തിൽ വ്യക്തമായിരുന്നു. അവന്റെ കണ്ണുകളിൽ കത്തിയെരിയുന്നത് പോലെയുള്ള രോക്ഷം വന്നു മൂടി. എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൻ വേഗം അർപ്പിത കരികിൽ നിന്ന് എണീറ്റു. പിറ്റേന്ന് നേരം പുലർന്നു. അവരുടെ മുറിയിലെ കട്ടിലിൽ അർപ്പിത മാത്രം നല്ല ഉറക്കത്തിലായിരുന്നു. സിദ്ധാർത്ഥ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥ് എണീറ്റതോ വീട്ടിൽ നിന്ന് പോയതോ ഒന്നും തന്നെ അർപ്പിത അറിഞ്ഞിരുന്നില്ല. കുറച്ചു ദിവസത്തെ ക്ഷീണമെല്ലാം കാരണം നേരം പുലർന്നതറിയാതെ അവൾ നല്ല മയക്കത്തിലായിരുന്നു. അതേസമയം ഹോസ്പിറ്റലിൽ ഡോക്ടർ ആദിത്യൻ മേനോന്റെ ക്യാബിനിലേക്കാണ് സിദ്ധാർത്ഥ് ചെന്നത്.
പോലീസ് യൂണിഫോം ഒന്നുമല്ലാതെ സാദാ കറുപ്പ് ഷർട്ടും പാന്റുമായിരുന്നു അവന്റെ വേഷം. മുൻപിൽ ഡോക്ടറുടെ ക്യാബിന് മുൻപിൽ കാത്തിരിക്കുന്ന രോഗികളെയും വാതിൽക്കൽ നിൽക്കുന്ന അസിസ്റ്റന്റിനെയും ഒന്നും വകവയ്ക്കാതെ അകത്തേക്ക് ഇടിച്ചു കയറിയ സിദ്ധാർത്ഥിനെ അവിടെ ഉള്ളവരെല്ലാം ഒന്ന് നന്നായി നോക്കി. ഡോക്ടർ ആദിത്യൻ മേനോൻ അപ്പോൾ ക്ലിനിക്കിലെത്തി സിസ്റ്റത്തിൽ എന്തോ നോക്കുകയായിരുന്നു. പെട്ടെന്ന് അകത്തേക്ക് കയറി വന്ന സിദ്ധാർത്ഥിനെ കണ്ടതും ആദിത്യൻ ഒന്ന് എണീറ്റു. ഹലോ സിദ്ധാർത്ഥ് സാർ, വരൂ. എന്താ രാവിലെ തന്നെ? വൈഫിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഡോക്ടർ ആദിത്യൻ സിദ്ധാർത്ഥിനോട് ചോദിച്ചപ്പോഴേക്കും സിദ്ധാർത്ഥിന്റെ ചവിട്ട് ആദിത്യന്റെ നെഞ്ചിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരു പോലീസുകാരന്റെ ശക്തിയുള്ള ചവിട്ടായതുകൊണ്ട് തന്നെ ആദിത്യൻ അവന്റെ കസേര അടക്കം പിറകോട്ട് വീണു. സിദ്ധാർത്ഥ് അപ്പോൾ വേഗത്തിൽ ചെന്ന് ആദിത്യന്റെ റൂമിന്റെ വാതിൽ അകത്തു നിന്ന് ലോക്ക് ചെയ്തു. ശബ്ദം കേട്ട അസിസ്റ്റന്റുമാരോ മറ്റാരും തന്നെ അങ്ങോട്ട് കയറി വരാതിരിക്കാനായിരുന്നു അത്. എന്താ സിദ്ധാർത്ഥ് സാർ ഇത്? എന്താ പ്രശ്നം? ആദിത്യൻ അപ്പോൾ പേടിയോടെ സിദ്ധാർത്ഥിനോട് ചോദിച്ചു. സിദ്ധാർത്ഥ് അപ്പോൾ മേശ ചാടിക്കടന്ന് നിലത്ത് വീണ് കിടക്കുന്ന ആദിത്യന്റെ കോളറിൽ കുത്തിപ്പിടിച്ചെണീപ്പിച്ചു. കാര്യം എന്താണെന്ന് നിനക്കറിയില്ല അല്ലേടാ നായേ? അത് പറഞ്ഞ് സിദ്ധാർത്ഥ് ആദിത്യൻ ഷർട്ടിന് മുകളിൽ ഇട്ടിരിക്കുന്ന ഡോക്ടറുടെ വെള്ളക്കോട്ട് വലിച്ചൂരി. നിനക്കിതിടാനുള്ള അർഹതയുണ്ടോടാ? ഈ വെള്ള വസ്ത്രത്തിന്റെ എത്തിക്സ് എന്താണെന്ന് നിനക്കറിയാമോടാ പുല്ലേ? അത് പറഞ്ഞ് സിദ്ധാർത്ഥ് ആദിത്യന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. സിദ്ധാർത്ഥിന്റെ ദേഷ്യവും ഭാവവും ഒക്കെ കൂടെ കണ്ടപ്പോൾ കാര്യം എന്താണെന്ന് ആദിത്യന് മനസ്സിലായി. സിദ്ധാർത്ഥ് സാർ പൊറുക്കണം, അവരെന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ. ആദിത്യൻ എന്തോ പറയാൻ വന്നപ്പോഴേക്കും സിദ്ധാർത്ഥ് ഒന്നുകൂടെ ഡോക്ടർ ആദിത്യനെ പിടിച്ച് ചുമരിലേക്ക് തള്ളി. നിർത്തടാ പട്ടി, എത്ര വലിയ മഹാപാപമാടാ നീ ചെയ്തത്? നാളുകളായി ഒരു കുഞ്ഞിന് വേണ്ടി നിന്റെ ഹോസ്പിറ്റലിൽ കയറിയിറങ്ങുന്ന എത്ര പേരുണ്ടടാ. അവർക്കൊക്കെ കണ്ടവരുടെ കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ നീ പിന്നെ എന്തിനാണ് അവരെ കൊണ്ട് ഈ കണ്ട പൈസ മുഴുവൻ ചെലവാക്കി ഇത്ര വലിയ ട്രീറ്റ്മെന്റും മരുന്നുമൊക്കെ എടുപ്പിക്കുന്നത്? നിനക്ക് തന്നെ എല്ലാവർക്കും അങ്ങ് കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. വർഷങ്ങളായുള്ള ഞങ്ങളുടെ മോഹമാ നീ തല്ലിക്കെടുത്തിയത്. എന്റെ ഭാര്യയുടെ പ്രാർത്ഥനയാണ്. നിന്നെ പൂട്ടാനുള്ള എല്ലാ വഴികളും ആലോചിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിനക്ക് കൊട്ടേഷൻ തന്ന അവനുണ്ടല്ലോ, ആ കുറ്റവാളി വിമൽ, അവനെ ഞാൻ ഇന്നലെ രാത്രി തന്നെ പൊക്കി. നീയും അവനും തമ്മിലുള്ള സകല കോൾ റെക്കോർഡിംഗ്സും നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്ത ലൊക്കേഷൻ ഡീറ്റെയിൽസും പണം കൈമാറിയതിന്റെ രേഖയുമെല്ലാം എന്റെ കയ്യിലെത്തിയടാ. സകലതും അവന്റെ ഫോണിലുണ്ടായിരുന്നു. ഒരു ഡോക്ടറുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് കുറ്റകൃത്യത്തിൽ പങ്കാളിയായതിനും ഒരു മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങൾ പണം വാങ്ങി ചെയ്തതിനുമുള്ള വകയിൽ എല്ലാ വകുപ്പുകളും ചേർത്ത് നിനക്ക് ഞാനൊരു സമ്മാനം തയ്യാറാക്കിയിട്ടുണ്ട്. രണ്ടാൾക്കും കൂടെ ഇനി അകത്ത് കിടക്കാം. അതിനു മുമ്പ് നിന്നെ ഒന്ന് കണക്കിന് പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. അതിനാടാ ഞാൻ വന്നത്. അത് പറഞ്ഞ് സിദ്ധാർത്ഥ് ഒന്നുകൂടെ പരുക്കനായ അവന്റെ പോലീസ് കൈകൾ വെച്ച് ആദിത്യന്റെ മുഖം അടിച്ചു പൊളിച്ചു. സിദ്ധാർത്ഥിന്റെ പോലീസ് ശക്തിക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാനാകാതെ ആദിത്യനാകെ തളർന്നു പോയിരുന്നു. തന്റെ മനസ്സിൽ കത്തി നിൽക്കുന്ന രോക്ഷമത്രയും ആദിത്യന്റെ റൂമിൽ വെച്ച് തന്നെ സിദ്ധാർത്ഥ് അവനിട്ടുകൊടുത്തു. എന്നിട്ടും അവന്റെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. ശേഷം അവന്റെ കോളറിൽ പിടിച്ച് വലിച്ചയച്ച് റൂമിന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു നിമിഷം സിദ്ധാർത്ഥ് ആദിത്യനെ ഒന്നുകൂടെ നോക്കി. എന്നിട്ട് ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന ഭാവത്തിൽ ഒരു പുച്ഛ ചിരി ചിരിച്ചു. ഇത്രയൊക്കെ ആയിട്ടും തന്നെ നോക്കി ചിരിക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ ആദിത്യൻ ഒരു ഞെട്ടലാണ് തോന്നിയത്. സിദ്ധാർത്ഥിന്റെയും ഭാര്യയുടെയും ജീവിതം തകർക്കാൻ വേണ്ടിയാണ് ഇത്ര വലിയൊരു ചതി ചെയ്തത്. എന്നിട്ടും സിദ്ധാർത്ഥ് ചിരിക്കുന്നത് കണ്ടപ്പോൾ ആദിത്യൻ ഒന്ന് സിദ്ധാർത്ഥിനെ തന്നെ നോക്കി. എടാ, നിന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച അവനും പൈസ വാങ്ങിയ നീയും വിചാരിച്ചത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഞാൻ ജീവിതകാലം മുഴുവൻ അങ്ങ് നീറി ജീവിക്കുമെന്നല്ലേ? എന്നാൽ നീ ഇതുകൂടെ കേട്ടോടാ പുല്ലേ. അച്ഛനും അമ്മയും ആരെന്നറിയാത്ത എത്രയോ അനാഥ കുട്ടികളെ ഈ ലോകത്തുള്ള എത്രയോ ദമ്പതികൾ ദത്തെടുത്ത് വളർത്തുന്നുണ്ട്. അതൊന്നും അവരുടെ സ്വന്തം ചോര ആയതുകൊണ്ടല്ലല്ലോ. ചോര ആരുടേതാണ് എന്നുള്ളതിലല്ലടാ കാര്യം. ആത്മാഭിമാനവും അന്തസ്സുമുള്ള ആളുകൾ വളർത്തുന്ന കുഞ്ഞുങ്ങൾ എത്രയോ നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. നീയൊക്കെ കൂടെ ഈ ചെയ്തു കൂട്ടിയതിന്റെ ഉദ്ദേശം എന്നെ തകർക്കുക എന്നുള്ളതാണെങ്കിൽ പോലും എന്റെ അർപ്പിത ഇപ്പോൾ എത്രയോ സന്തോഷത്തിലാണ്. അവളോട് ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. 5 വർഷം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഒരു കുഞ്ഞിനെ കിട്ടാതിരുന്ന ഞങ്ങൾക്ക് ദൈവമായിട്ട് തന്നതാണെന്ന് കരുതി ഞങ്ങൾ സന്തോഷത്തോടെ അതിനെ അങ്ങ് വളർത്തും. ഈ ലോകത്ത് എന്റെ സമ്പത്ത് കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന സകല സൗഭാഗ്യങ്ങളും ആ കുഞ്ഞിന് ഞാൻ കൊടുക്കും. എന്നിട്ട് ഏതെങ്കിലും കാലത്ത് ആ കുഞ്ഞിതൊക്കെ അറിയുകയാണെങ്കിൽ തന്നെ ഒരു കുറ്റവാളിയായ തന്തയുടെ പാരമ്പര്യത്തിലേക്ക് പോകണോ, നിന്നെപ്പോലെയുള്ള ഫ്രോഡായി ജീവിക്കണോ, അതോ എന്നെയും എന്റെ അർപ്പിതയെയും പോലെ നല്ല അച്ഛന്റെയും അമ്മയുടെയും പാരമ്പര്യം കാണിക്കണോ എന്ന് ആ കുഞ്ഞ് തീരുമാനിക്കട്ടെ. എന്തു വന്നാലും ഞാൻ അതിനെ കളയില്ല. ജനിക്കാനിരിക്കുന്നത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിക്കോട്ടെ. എന്നെങ്കിലും ഒരിക്കൽ എന്നേക്കാൾ നല്ലൊരു പോലീസ് ഓഫീസറായി, എല്ലാത്തിനുമുപരി നല്ലൊരു മനുഷ്യസ്നേഹിയായി ഞാൻ ആ കുഞ്ഞിനെ നിന്റെയൊക്കെ മുൻപിൽ നിർത്തും. അതുവരെ നിനക്ക് ആയുസുണ്ടെങ്കിൽ നീയും നിന്റെ മറ്റവനും അത് കാണും. കേട്ടോടാ പന്ന. നാവിൽ വന്നതെന്തോ വിഴുങ്ങിക്കൊണ്ട് സിദ്ധാർത്ഥ് വീണ്ടും അവന്റെ അടിവയറ് നോക്കി ഒരു തൊയ് കൊടുത്തു. സത്യം പറഞ്ഞാൽ സിദ്ധാർത്ഥിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആദിത്യനാകെ ഞെട്ടിപ്പോയിരുന്നു. താൻ കാശു വാങ്ങി ചെയ്തതാണെങ്കിലും ചെയ്യിപ്പിച്ചവന്റെ ഉദ്ദേശം സിദ്ധാർത്ഥിന്റെ ജീവിതം നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു.
പക്ഷേ ആ ഒരു കാര്യത്തെ പോലും ഇത്ര പോസിറ്റീവായി സിദ്ധാർത്ഥ് പറയുന്നത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിനെ പോലെയുള്ള ഒരു പോലീസുകാരന്റെ മുൻപിലല്ല, ഒരു മനുഷ്യന്റെ മുൻപിൽ എത്രയോ ചെറുതായി പോയ പോലെ ഡോക്ടർ ആദിത്യന് തോന്നി. അപ്പോഴേക്കും സിദ്ധാർത്ഥ് അവനെ വലിച്ചിയച്ച് റൂമിന് മുൻപിലേക്ക് കൊണ്ടുപോയി. പുറത്തുള്ള അറ്റൻഡറും ചുറ്റുമുള്ള രോഗികളും നോക്കി നിൽക്കെ സിദ്ധാർത്ഥ് ആദിത്യനെ പിടിച്ച് നിലത്തേക്ക് തള്ളി. ചുറ്റുമുള്ളവരൊക്കെ അപ്പോൾ കാര്യം എന്താണെന്നറിയാതെ ഞെട്ടിപ്പോയിരുന്നു. അപ്പോഴേക്കും സിദ്ധാർത്ഥ് പറഞ്ഞത് പ്രകാരം പോലീസുകാർ അങ്ങോട്ട് ഓടിയെത്തിയിരുന്നു. പിടിച്ച് ജീപ്പിൽ കയറ്റിവനെ, സിദ്ധാർത്ഥ് രോക്ഷത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥ് നിലത്തേക്ക് തള്ളിയിട്ട ആദിത്യനെ അവർ വന്ന് പൊക്കിയെടുത്തു. നടക്കട അങ്ങോട്ട്. കോൺസ്റ്റബിൾമാർ ആദിത്യനെ ദേഷ്യത്തോടെ മുന്നോട്ട് തള്ളി. പോലീസുകാർ അവനെയും കൊണ്ടുപോകുമ്പോൾ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് സിദ്ധാർത്ഥ് അവർക്ക് പിന്നിൽ നടന്നു. രോഗികളെല്ലാം അപ്പോൾ സിദ്ധാർത്ഥിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അപ്പോൾ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി. നിങ്ങൾ കാണിക്കാൻ വന്ന ഡോക്ടർ ഉണ്ടല്ലോ, ഇവനൊരു നമ്പർ 1 ഫ്രോഡാണ്. കണ്ടവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി ചെയ്യാൻ പാടില്ലാത്ത പലതും അവനിവിടെ നടത്തി കൂട്ടിയിട്ടുണ്ട്. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവൻ തന്ന മരുന്നുകളൊന്നും കഴിക്കാതിരിക്കുക. ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി നിങ്ങളുടെ കിഡ്നിയും ലിവറും ഒക്കെ അടിച്ചുകൊണ്ടു പോകുമെന്ന് പറയാൻ പറ്റില്ല. സ്കാനിംഗ് എന്നും ടെസ്റ്റ് എന്നും ഒക്കെ പറഞ്ഞ് റൂമിൽ കയറ്റി ചിലപ്പോൾ ആരുടെയെങ്കിലും ഒക്കെ ബീജമെടുത്ത് നിങ്ങളുടെ ഭാര്യയുടെ വയറ്റിലൊക്കെ നിക്ഷേപിച്ചെന്ന് വരും. കുട്ടികളുണ്ടാകാത്ത നിങ്ങൾ അത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് കരുതി സന്തോഷത്തോടെ ഇവൻ പറയുന്ന പൈസ കൊടുക്കും. നമ്പർ 1 ഫ്രോഡാണിവൻ. ഇവനെ കളഞ്ഞിട്ട് ഏതെങ്കിലും നല്ല ഡോക്ടറെ ചെന്ന് കാണിക്കാൻ നോക്കൂ. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ചുറ്റുമുള്ളവരെല്ലാവരും ഞെട്ടിയിരുന്നു. ഹോസ്പിറ്റലിലെ മാനേജർ അപ്പോൾ അങ്ങോട്ട് ഓടി വന്നു. സർ പൊറുക്കണം, എത്രയോ വർഷമായി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ഹോസ്പിറ്റലാണിത്. ഇവിടെ ഇങ്ങനെ ഒരു ഫ്രോഡ് ഉണ്ടായിരുന്നത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. റിയലി സോറി. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. മാനേജർ വളരെ ബഹുമാനത്തോടെ സിദ്ധാർത്ഥിനോട് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. ഒരിക്കലും നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു മോശപ്പേര് വരുത്തണമെന്ന് കരുതി ചെയ്തതല്ല. എങ്കിലും ഇങ്ങനെ ഒരു ഫ്രോഡിന് കിട്ടേണ്ട ശിക്ഷ വാങ്ങിക്കൊടുത്തേ പറ്റൂ. സിദ്ധാർത്ഥ് മാനേജറോട് പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലാകും സാർ. സാറിനെ പോലെയുള്ള എത്രയോ രോഗികളുടെ കയ്യിലെ പൈസ കൊണ്ടാണ് ഈ സ്ഥാപനം നിലനിന്നു പോകുന്നത്. നിങ്ങളോട് വിശ്വാസത പുലർത്താൻ കഴിയാതെ വന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. മാനേജർ വീണ്ടും പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. സിദ്ധാർത്ഥ് അത് പറഞ്ഞ് മുന്നോട്ടേക്ക് നടന്നു. തന്റെ അർപ്പിതയെ ഓർത്തുകൊണ്ട് ഈ കാര്യം അറിഞ്ഞാൽ അവൾ വിഷമിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രം അവളുടെ വയറ്റിൽ വളരുന്നത് മറ്റൊരുത്തന്റെ കുഞ്ഞാണെന്ന് സിദ്ധാർത്ഥ് ആരോടും പറഞ്ഞില്ല. പകരം പലരിൽ നിന്നും ക്യാഷ് വാങ്ങിയും പൈസ സമ്പാദിക്കാൻ വേണ്ടിയും ഫ്രോഡായ ആദിത്യൻ മറ്റുള്ളവരുടെ ബീജം ഉപയോഗിച്ച് കുട്ടികളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന തെളിവുകൾ കിട്ടിയെന്ന് മാത്രമാണ് സിദ്ധാർത്ഥ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോട് പറഞ്ഞത്. അത്തരത്തിലുള്ള ആദിത്യന്റെ ഫോൺ കോളുകളും മറ്റും തങ്ങളുടെ കയ്യിലുണ്ടെന്നും വലിയൊരു പൈസ ഓഫർ ചെയ്ത ഒരാൾക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തു തരാമെന്ന് ആദിത്യൻ പറഞ്ഞ കാര്യം പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞെന്നുമാണ് സിദ്ധാർത്ഥ് മാനേജ്മെന്റിനോട് പറഞ്ഞത്. പോലീസുകാർ അപ്പോഴേക്കും ആദിത്യനെ കൊണ്ടുചെന്ന് ജീപ്പിൽ കയറ്റിയിരുന്നു. അവരുടെ പിറകെ ചെന്ന സിദ്ധാർത്ഥ് അവനെ അപ്പോഴും ദേഷ്യത്തോടെ തന്നെ നോക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ ഫോണിലേക്ക് നോക്കിയപ്പോൾ അത് അർപ്പിതയായിരുന്നു. നിങ്ങൾ ഇവനെ കൊണ്ട് സ്റ്റേഷനിലേക്ക് ചെല്ല്, ഞാൻ വന്നേക്കാം. സിദ്ധാർത്ഥ് അത് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ജീപ്പിനടുത്തു നിന്നും ഒരൽപ്പം മാറി. ഉള്ളിൽ സഹിക്കാൻ പറ്റാത്ത വിഷമമുണ്ടായിരുന്നെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ അവൻ സമാധാനത്തോടെ തന്നെ അർപ്പിതയോട് സംസാരിച്ചു തുടങ്ങി. അർപ്പിത മോളെ, ഏട്ടൻ ഇതെന്ത് പണിയാ കാണിച്ചത്? എന്നോട് പറയാതെ രാവിലെ തന്നെ ഇത് എവിടെ പോയതാ? ഉറങ്ങി എണീറ്റപ്പോൾ ഏട്ടനെ ഇവിടെ എങ്ങും കാണാനില്ല. ഇങ്ങനെ പോകാറില്ലല്ലോ, ഇതെന്തു പറ്റി? അർപ്പിത അപ്പോൾ അവനോട് ചോദിച്ചു. ഞാനൊരു അത്യാവശ്യ കാര്യമുണ്ടായിട്ട് പോന്നതാടി മോളെ. നിന്നോട് പറഞ്ഞിട്ട് പോരണമെന്ന് തന്നെയാ കരുതിയത്. പിന്നെ നീ നല്ല ഉറക്കത്തിലായിരുന്നതുകൊണ്ട് തട്ടി വിളിക്കാൻ തോന്നിയില്ല. ഉണർത്തണ്ട എന്ന് കരുതി വാതിൽ പൂട്ടി ഞാൻ ഇങ്ങ് പോന്നു. മുൻവശത്ത് താക്കോലിട്ട് പൂട്ടിയിട്ടുണ്ട്. അടുക്കള വശത്ത് ഡോർ അകത്തുനിന്നല്ലേ ലോക്ക്. നീ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് തുറന്നിറങ്ങിക്കോ. അപ്പോഴേക്കും ഞാൻ അങ്ങ് എത്തിയേക്കാം. സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എണീറ്റപ്പോൾ ഏട്ടനെ കാണാതെ പേടിച്ചു പോയി. വേഗം വരില്ലേ? അവൾ ചോദിച്ചു. പിന്നെ വരാതെ, ഇപ്പൊ തന്നെ വരാം. നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? സിദ്ധാർത്ഥ് അവളോട് ചോദിച്ചു. ഏയ് ഇല്ല ഏട്ടാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞു. ആ പിന്നെ ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ, അവിടെ നിന്ന് തന്ന മരുന്നൊന്നും കഴിക്കണ്ട. നമുക്ക് വേറെ നല്ല ഗൈനക്കിനെ കാണിക്കാം, സിദ്ധാർത്ഥ് പറഞ്ഞു. എന്തു പറ്റി ഏട്ടാ? മരുന്നൊക്കെ ഇന്നലെ വാങ്ങിച്ചിരുന്നല്ലോ, അർപ്പിത അപ്പോൾ അവനോട് ചോദിച്ചു. അതാ ഡോക്ടർ ശരിയല്ല അർപ്പിത. ഹി ഈസ് നമ്പർ 1 ഫ്രോഡ്. കാശിനു വേണ്ടി അവൻ പല അതിക്രമങ്ങളും ഈ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. പലരിൽ നിന്നും ക്യാഷ് വാങ്ങി നിയമപരമല്ലാത്ത പല മരുന്നുകളും പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട്. അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്ന് അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്നറിഞ്ഞു. മാനേജ്മെന്റ് അവനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾ ഇപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തു, സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ അർപ്പിത ഞെട്ടിപ്പോയി. ആരേട്ടാ? ഡോക്ടർ ആദിത്യൻ മേനോനോ? അർപ്പിത അപ്പോൾ സിദ്ധാർത്ഥിനോട് ചോദിച്ചു.
അതെ, അവൻ തന്നെ. ഒരു കംപ്ലൈന്റ് വന്നിരുന്നു. അങ്ങനെ ഫോൺ കോൾസ് ഒക്കെ പരിശോധിച്ചപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞു. ഞാൻ എന്തായാലും കാര്യങ്ങളൊക്കെ നിന്നോട് വന്നിട്ട് പറയാം. പിന്നെ ഞാൻ പറഞ്ഞതോർത്ത് നീ ടെൻഷൻ ആവണ്ട. നമുക്ക് നമ്മുടെ കാര്യം മറ്റൊരു ഡോക്ടറെ മാറ്റി കാണിക്കാം. നീ ഹാപ്പി ആയിട്ടിരിക്കേ. സിദ്ധാർത്ഥ് അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. ശരിയേട്ടാ, വേഗം വന്നേക്കണേ. ഓക്കേടി മുത്തേ. അവൾ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ഒന്ന് ചിരിച്ചു. ശേഷം വിഷമത്തോടെയാണെങ്കിലും അതൊന്നും അവളെ അറിയിക്കാതെ അവൻ ഫോൺ വെച്ചു. വിഘ്നേഷിനെയും ഡോക്ടർ ആദിത്യനെയും പിറ്റേന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കാനായിരുന്നു സിദ്ധാർത്ഥിന്റെ ഉദ്ദേശം. അവൻ അപ്പോൾ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന അവന്റെ പ്രിയ കോൺസ്റ്റബിൾ രാജേഷിനെ ഫോൺ ചെയ്തു. ആ രാജേഷേ, അവരുടെ കേസും ഫയൽ റെക്കോർഡ്സും എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഞാൻ ഉച്ച കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് എത്താം. കാര്യങ്ങളൊക്കെ നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സിദ്ധാർത്ഥ് രാജേഷിനോട് പറഞ്ഞു. ഓക്കെ സാർ, എല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം, രാജേഷ് പറഞ്ഞു. പിന്നെ ഏതെങ്കിലും വകുപ്പിൽ നിന്നോ എവിടെ നിന്നെങ്കിലും അവർക്ക് വേണ്ടി ഫോൺ കോളോ മറ്റോ വരികയാണെങ്കിൽ നീ ആ റിസീവർ എടുത്ത് മാറ്റിവെച്ചേക്ക്. ഇനി അഥവാ നീ കോൾ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആരോടാണെങ്കിലും എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അവൻ വലിയ ഡോക്ടറും മറ്റവൻ വലിയ ഗുണ്ടയും ഒക്കെ ആയതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വകയിൽ ആളുകൾ വെച്ച് വിളിക്കാനുണ്ടാകും. ഏതവന്മാര് വിളിച്ചാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല. നീ കോൾ എനിക്ക് ഡൈവേർട്ട് ചെയ്താൽ മതി. ശരി സാറേ, ഞാൻ അങ്ങനെ ചെയ്തോളാം. അതോർത്ത് സാർ പേടിക്കണ്ട, രാജേഷ് പറഞ്ഞു. ഓക്കേടാ രാജേഷേ, ശരി, ഞാൻ വിളിക്കാം. സിദ്ധാർത്ഥ് അത് പറഞ്ഞു ഫോൺ വെച്ചു. ഉള്ളം നീറിപ്പുകയുന്ന സങ്കടമുണ്ടായിരുന്നെങ്കിലും സിദ്ധാർത്ഥ് എല്ലാം ഉള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചു. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അവന്മാർക്കുള്ള കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുക. പിന്നെ തന്റെ അർപ്പിതയെ ഇതൊന്നും അറിയിക്കാതെ ചേർത്ത് പിടിക്കുക. കാരണം ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവളെയാണ്. അച്ഛനും അമ്മയും ബന്ധുക്കാരുമെല്ലാം ഞാൻ ശാപമാണെന്നും തറവാടിന് ദോഷമാണെന്നും എല്ലാം പറഞ്ഞ് എഴുതി തള്ളിയപ്പോഴും ഒന്നും പ്രതീക്ഷിക്കാതെ എന്റെ കൂടെ നിന്ന് എന്നെ സ്നേഹിച്ചത് എന്റെ അർപ്പിത മാത്രമാണ്. ഈ പോലീസ് ജോലിയിലൊക്കെ താൻ കയറുന്നതിന് മുൻപേ തന്നെ തനിക്ക് ഒരുപാട് തവണ ഭക്ഷണം വാങ്ങി തന്നിട്ടുള്ളതും ഒന്നുമില്ലായ്മയിലും സന്തോഷിപ്പിച്ചും സമാധാനിപ്പിച്ചും ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ കൂടെ നിന്നിട്ടുള്ളതും എന്റെ പെണ്ണായ അവള് മാത്രമാണ്. വിവാഹം കഴിഞ്ഞ് പൊന്നുപോലെയാണ് ഞാൻ അവളെ നോക്കുന്നതെങ്കിലും ഒരു കുഞ്ഞിനെ കൊടുക്കാൻ മാത്രം എനിക്കായില്ല. എന്നും രാവിലെ ഉണരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും അത് മാത്രമായിരുന്നു. അവൾക്ക് താലോലിക്കാൻ, ഞങ്ങളുടേതെന്ന് പറയാൻ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയണമേ എന്ന്. ഇന്നലെ അവൾക്ക് വിശേഷമുള്ള കാര്യം അറിഞ്ഞപ്പോൾ എന്തുമാത്രം സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ. പക്ഷേ അതിന്റെ പിറകിൽ ഇങ്ങനെ ഒരു ചതി ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എങ്കിലും തന്റെ സന്തോഷം മാത്രമല്ലേ ഇല്ലാതായിട്ടുള്ളൂ. അർപ്പിത, അവൾക്കൊന്നും അറിയില്ല. അവൾ സന്തോഷിക്കട്ടെ. ഞാനായിട്ടത് തല്ലിക്കെടുത്താൻ നിൽക്കില്ല. എല്ലാ വിഷമവും ഞാൻ സഹിച്ചോളാം. എന്നും അർപ്പിത സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രം മതി. അച്ഛനാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ തലേ ദിവസം തുള്ളിച്ചാടിയ സിദ്ധാർത്ഥ് ഇപ്പോൾ എല്ലാ വിഷമവും തന്റെ മനസ്സിന്റെ ഉൾത്തട്ടിൽ ഒതുക്കി. എല്ലാ വേദനയും താൻ ഏറ്റോളാമെന്ന് സ്വയം പറഞ്ഞ് ഹോസ്പിറ്റൽ മുറ്റത്ത് നിന്ന് തന്റെ ബുള്ളറ്റിനരികിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്നാണ് അവന് പിറകിൽ നിന്നൊരു വിളി വന്നത്. സാർ, ഒന്ന് നിൽക്കാമോ? ആ വിളി കേട്ടതും പെട്ടെന്ന് സിദ്ധാർത്ഥ് ഒന്ന് തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ ഒരു വെള്ള കോട്ട് ധരിച്ച അധികം പ്രായം തോന്നിക്കാത്ത ഒരു ഡോക്ടർ പെൺകുട്ടിയായിരുന്നു അത്. സിദ്ധാർത്ഥിന് വലിയ പരിചയമുള്ള പെൺകുട്ടിയൊന്നും ആയിരുന്നില്ല. എങ്കിലും അർപ്പിതയ്ക്കൊപ്പം ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഡോക്ടറുടെ സഹായിയായി ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ആ പെൺകുട്ടി വിളിച്ചത് തന്നെയാണോ എന്നറിയാതെ സിദ്ധാർത്ഥ് ഒന്ന് ചുറ്റിലും നോക്കി. എന്നെയാണോ വിളിച്ചത്? സിദ്ധാർത്ഥ് അവളോട് ചോദിച്ചു. അതെ സാർ, സാറിന് തന്നെയാ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരല്പനേരം ഒന്ന് മാറി നിൽക്കാമോ? അവൾ ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥ് അവളെ ഒന്ന് നോക്കി. എന്താ കാര്യം? കുട്ടി പറഞ്ഞോളൂ. അവൻ അപ്പോൾ പറഞ്ഞു. സാർ, ഒന്ന് എന്റെ ക്യാബിനിലേക്ക് വരാമോ? അത്യാവശ്യ കാര്യമാണ്. സിദ്ധാർത്ഥ് അപ്പോഴും എന്തോ ഒരു സംശയത്തിലായിരുന്നു. എന്താ കാര്യം? ഇവിടെ നിന്ന് പറയാൻ പറ്റില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. പറയാൻ പറ്റും, പക്ഷേ സാറിനൊരു തെളിവ് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ആദിത്യൻ ഡോക്ടറുമായി ബന്ധപ്പെട്ടതാണ് സാർ, പ്ലീസ്. അത് കേട്ടതും സിദ്ധാർത്ഥിന് ആ പെൺകുട്ടി പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് തോന്നി. യെസ്, ഞാൻ വരാം. സിദ്ധാർത്ഥ് അത് പറഞ്ഞ് അവൾക്കൊപ്പം നടന്നു. അവൾ നേരെ സിദ്ധാർത്ഥിനെയും കൂട്ടിച്ചെന്നത് ആദിത്യൻ ഡോക്ടറുടെ റൂമിന് തൊട്ടപ്പുറത്തുള്ള ഒരു കുഞ്ഞു മുറിയിലേക്കാണ്. സാർ, ഇരിക്കൂ. ആ പെൺകുട്ടി അവൻ ഇരിക്കാനായി കസേര നീക്കിയിട്ട് കൊടുത്തു. ആദിത്യൻ അപ്പോൾ കാര്യം എന്താണെന്നറിയാതെ അവിടെ ഇരുന്നു. അവൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മേശവലപ്പ് തുറന്ന് അതിൽ നിന്നൊരു പേപ്പർ കയ്യിലെടുത്തു. എന്നിട്ട് സിദ്ധാർത്ഥിനെ നോക്കി സൗമ്യമായി ഒന്ന് ചിരിച്ചു. സാർ, ഞാൻ പറയാൻ വരുന്ന കാര്യം സാറിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാറിന്റെ വൈഫിനെ കുറിച്ചുള്ള കാര്യം. അവൾ അത് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ഒന്ന് ഞെട്ടി. എന്റെ വൈഫിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്താ കാര്യം? സിദ്ധാർത്ഥ് ചോദിച്ചു. അറിയാം, ഇവിടെയാണല്ലോ സാറിന്റെ വൈഫ് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്നത്. പലപ്പോഴും അർപ്പിതയുടെ ട്രീറ്റ്മെന്റ് ആവശ്യങ്ങൾക്ക് അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായി അറിയാം സാർ.
സാറിന്റെ വൈഫ് ഇപ്പോൾ പ്രഗ്നന്റ് ആണെന്നും സാറിന്റെ വൈഫിന്റെ വയറ്റിലുള്ളത് സാറിന്റെ കുഞ്ഞ് തന്നെയാണെന്നും. ആ പെൺകുട്ടി അത് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ഞെട്ടിപ്പോയി. അവൻ ഒരു നിമിഷം കസേരയിൽ നിന്ന് എണീറ്റു. അവൾ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ അവന്റെ കണ്ണുകൾ മിഴിച്ചു പോയിരുന്നു. കുട്ടി ഇപ്പോൾ എന്താ പറഞ്ഞത്? സിദ്ധാർത്ഥ് അവളോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ, ഇതൊന്നും നോക്കൂ. അവൾ അത് പറഞ്ഞ് അവളുടെ കയ്യിലുള്ള പേപ്പർ സിദ്ധാർത്ഥിന് നേരെ നീട്ടി. ഇത് സാറിന്റെ വൈഫ് അർപ്പിതയുടെ 3 ആഴ്ച മുൻപേ ഉള്ള സ്കാനിംഗ് റിപ്പോർട്ടാണ്. അന്ന് നിങ്ങൾ ഇവിടെ വന്ന് കുറച്ച് സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നുവല്ലോ, ആ റിപ്പോർട്ടാണിത്. അന്നത്തെ റിപ്പോർട്ടിൽ തന്നെ സാറിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. സാറിന്റെ കുഞ്ഞിനെ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ഓഫ് പ്രഗ്നൻസി. അവൾ അത് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ പേപ്പർ ധൃതിയിൽ വാങ്ങി വായിച്ചു നോക്കി. അതെ, അതിൽ അർപ്പിത പ്രഗ്നന്റ് ആണെന്നുള്ള റിപ്പോർട്ട് കറുത്ത ബോൾഡ് അക്ഷരത്തിൽ അവൻ കണ്ടു. ആ പെൺകുട്ടി അപ്പോൾ അവൻ അരികിലേക്ക് വന്ന് അതിലെ ഡേറ്റ് അവന് കാണിച്ചു കൊടുത്തു. സാറി ഡേറ്റ് ശ്രദ്ധിച്ചില്ലേ? സാറിന്റെ വൈഫ് അന്ന് ഉള്ളു പരിശോധനയ്ക്ക് വന്ന ദിവസത്തെ ഡേറ്റ് ആണിത്. അന്നാണ് ആദിത്യൻ ഡോക്ടർ മറ്റാർക്കോ വേണ്ടി മറ്റൊരാളുടെ സ്പേം സാറിന്റെ വൈഫിന്റെ ഉള്ളിൽ നിക്ഷേപിക്കാൻ നോക്കിയത്. പക്ഷേ അതിനു മുൻപേ തന്നെ അർപ്പിത മേഡം പ്രഗ്നന്റ് ആയിരുന്നു. ഞാനാണെന്ന് സ്കാനിംഗ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായി അറിയാം, സാറിന് എന്ത് DNA ടെസ്റ്റ് വേണമെങ്കിലും ചെയ്യാം. പൂർണ്ണ ധൈര്യത്തോടെ തന്നെ. അർപ്പിത മേഡത്തിന്റെ വയറ്റിലുള്ളത് സാറിന്റെ കുഞ്ഞാണ്. ആ പെൺകുട്ടി അത് പറഞ്ഞു കേട്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അതിലൊരു കണ്ണുനീർത്തുള്ളി അവന്റെ കയ്യിലുള്ള ആ സ്കാനിംഗ് റിപ്പോർട്ടിൽ വീണു. ഇത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയാം? സാർ, ഞാൻ ഡോക്ടർ ആദിത്യന്റെ ഭാര്യയാണ്. ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ഒരു ഞെട്ടലോടെ അവളെ തന്നെ ഒന്ന് നോക്കി. സിദ്ധാർത്ഥിന് ആ കാര്യം അറിയില്ലായിരുന്നു. അച്ഛനും അമ്മയും ഒന്നുമില്ലാതെ ഒരു അനാഥാലയത്തിൽ വളർന്ന എന്നെ ഇതുവരെ എത്തിച്ചതും പഠിപ്പിച്ചൊരു ഡോക്ടർ ആക്കിയതുമെല്ലാം ആദിത്യൻ ഡോക്ടറുടെ അമ്മയാണ്. ആ സ്നേഹം എന്നോടുള്ളതുകൊണ്ട് തന്നെയാണ് സ്വന്തം മകനു വേണ്ടി ആരോരുമില്ലാത്ത എന്നെ തന്നെ ആ അമ്മ തിരഞ്ഞെടുത്തതും. പക്ഷേ വിവാഹ ജീവിതം കഴിഞ്ഞ് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് ആ മനുഷ്യനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. ഇവിടെ ഒരുമിച്ച് വർക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ അതിലേറെ അറിയാൻ സാധിച്ചു. ഒരുപാട് കൊള്ളരുതായ്മകൾ അയാൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അയാളുടെ ലക്ഷ്യം പണം മാത്രമാണ്. ഇത് പറയുമ്പോൾ സാറ് വിചാരിക്കും എല്ലാം അറിഞ്ഞിട്ടും ഞാൻ എന്തിനിതുവരെ എല്ലാം ഒളിപ്പിച്ചു വെച്ചു എന്ന്. എനിക്ക് ജീവിതം തന്ന ആദിത്യൻ ഡോക്ടറുടെ അമ്മയുടെ കണ്ണുനീർ തന്നെയാണ് അതിന് കാരണം. പലപ്പോഴും ഞാൻ പലതും പോലീസിൽ പറയാൻ ഒരുങ്ങിയപ്പോഴും ഒരേ ഒരു മോന്റെ ജീവിതം നശിപ്പിക്കരുതെന്നും നേരെയാകാൻ ഒരു അവസരം കൊടുക്കണമെന്നും പറഞ്ഞ് ആ അമ്മ എന്റെ കാല് പിടിക്കുമായിരുന്നു. അവരെ എതിർത്തൊന്നും ചെയ്യാനാകാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ എവിടെയും ഒന്നും പരാതിപ്പെട്ടിട്ടില്ല. പക്ഷേ അയാൾ ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മകളിൽ പലതും ഇവിടെ അസിസ്റ്റന്റായി നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് മുടക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലൊരു കാര്യം തന്നെയായിരുന്നു സാറിന്റെ വൈഫിന്റേതും. അവര് പറയുന്ന പോലെ സാറിന്റെ വൈഫിന്റെ യൂട്രസിൽ മറ്റൊരാളുടെ സ്പേം നിക്ഷേപിച്ചിട്ടില്ല. അന്ന് അയാളെ അസിസ്റ്റ് ചെയ്തത് ഞാനായതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ സ്പേമിന് പകരം ഒരു കണ്ടന്റും ഇല്ലാത്ത സാധാ വെള്ളമാണ് ഞാൻ അന്ന് സിറിഞ്ചിൽ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് അർപ്പിത മേഡത്തിന്റെ വയറ്റിൽ വളരുന്നത് സാറിന്റെ കുഞ്ഞ് തന്നെയാണ്. മേഡം ഇവിടെ വന്ന് സ്കാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു പ്രഗ്നന്റ് ആണെന്ന്. പിന്നെ അയാളുടെ മുന്നിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്താലോ എന്ന് കരുതി ഞാൻ പറഞ്ഞില്ല. പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്നറിഞ്ഞ് നിങ്ങൾ ഇവിടെ വരുമ്പോൾ കാര്യങ്ങളെല്ലാം നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ചു ദിവസം ഞാൻ ചിക്കൻ ബോക്സ് വന്ന് കിടപ്പിലായിപ്പോയി. ഇന്നലെ നിങ്ങൾ ഇവിടെ കൺസൾട്ടിങ്ങിന് വന്നപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട സാർ. സാർ ഒരു അച്ഛനാവാൻ പോവുകയാണ്. സന്തോഷത്തോടെ ഇരിക്കൂ. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടി അത് പറഞ്ഞപ്പോൾ ഒരു പോലീസ് ഓഫീസർ കൂടിയായ സിദ്ധാർത്ഥിന്റെ സങ്കടം കണ്ടു നിൽക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ പെൺകുട്ടിയുടെ മുന്നിൽ കൈകൂപ്പി. ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. എങ്കിലും കുട്ടിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി, എന്റെയും അർപ്പിതയുടെയും ജീവിതം തിരിച്ചു തന്നതിന്. കുറച്ചു മുൻപ് വരെ ഞാൻ ഉരുകി തീർന്നില്ലാതായ വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതായിരുന്നില്ല. എല്ലാം സഹിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു എന്റെ അർപ്പിതയ്ക്ക് വേണ്ടി. മുന്നോട്ടു പോകുമ്പോൾ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. എങ്കിലും എല്ലാം സഹിച്ചു മുന്നോട്ടു പോകാനായിരുന്നു തീരുമാനം. എങ്കിലിപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവൻ പെട്ടെന്നൊന്ന് കുനിഞ്ഞ് ആ പെൺകുട്ടിയുടെ കാലിൽ ഒന്ന് തൊട്ടു. ഒരു നിമിഷം അവൻ കാലിൽ തൊട്ടതും നിറ കണ്ണുകളോടെ അവൾ പിറകോട്ട് നീങ്ങി. ഇതൊന്നും വേണ്ട സാർ. ഒരു ഡോക്ടർ എന്ന നിലയിൽ അയാൾ ചെയ്തു കൂട്ടാൻ പറ്റാത്ത പലതും ചെയ്തു കൂട്ടുമ്പോൾ ഒരു സാധാ മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ പലതിൽ നിന്നും അയാൾ അറിയാതെ തന്നെ ഞാൻ അയാളെ മോചിപ്പിക്കാൻ നോക്കുന്നു. അത്രയേ ഉള്ളൂ. എന്തായാലും സാർ അയാളെ അറസ്റ്റ് ചെയ്തത് നന്നായി. കാരണം അയാളുടെ ഫോൺ പരിശോധിച്ചാൽ തന്നെ സാറിനറിയാം
ഒട്ടനവധി തെളിവുകൾ അയാളുടെ ഫോണിൽ കിടപ്പുണ്ട്. സാറിന്റെ ഭാര്യയുടെ കാര്യം ഉൾപ്പെടുത്താതെ തന്നെ അയാളെ ശിക്ഷിക്കാനുള്ള എല്ലാ വകയും അയാളുടെ കയ്യിലുണ്ട്. സാർ ഇതോർത്ത് ഇനി വിഷമിക്കണ്ട, സന്തോഷമായിട്ട് പോയിക്കോളൂ. അവൾ അത് പറഞ്ഞപ്പോൾ ഒരു ദൈവത്തെ കാണുന്ന പോലെയാണ് സിദ്ധാർത്ഥ് അവളെ കണ്ടത്. അവളുടെ ആരുമല്ലാതിരുന്നിട്ട് പോലും തങ്ങൾക്ക് വേണ്ടി അത്ര വലിയ കാര്യം ചെയ്ത ആ പെൺകുട്ടിയെ സിദ്ധാർത്ഥ് തൊഴു കൈകളോടെ ഒന്നുകൂടി തൊഴുതു. സിദ്ധാർത്ഥന് അവളോട് എന്ത് പറഞ്ഞ് അവിടെ നിന്ന് പോരണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഇനി എനിക്ക് എന്റെ അർപ്പിതയോടെല്ലാം തുറന്നു പറയാം. അവളെയും കൂട്ടി ഞാൻ എന്തായാലും കാണാൻ വരും. ഒരു ജന്മത്തിന്റെ കണ്ണുനീരാ കുട്ടി ഞങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റിയത്, മറക്കില്ല. സിദ്ധാർത്ഥ് ഒരിക്കൽ കൂടി അത് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി നിഷ്കളങ്കമായി അവനെ നോക്കി ചിരിച്ചു. സാർ പോയിക്കോളൂ, അർപ്പിത മേഡത്തിനോട് അന്വേഷിച്ചു എന്ന് പറയണം. അർപ്പിത മേഡം എത്രയോ ഭാഗ്യവതിയാണ്. കാരണം സാറിനെ പോലൊരാളെ ലഭിച്ചതിൽ. അങ്ങനെ ഒരു ഭാഗ്യം ജീവിതത്തിൽ കിട്ടാതെ പോയ ഒരാളാണ് ഞാൻ. എങ്കിലും മറ്റൊരാൾക്ക് സാറിനെ പോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയതോർക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. സാർ മേഡത്തിനോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ടും വൈഫിനെ വേദനിപ്പിക്കാതിരിക്കാൻ സാർ എടുത്ത വലിയ തീരുമാനമുണ്ടല്ലോ. അതിനു മുൻപിൽ ഞാൻ ചെയ്തതൊന്നും ഒന്നുമല്ല സാർ, ദൈവം പോലും ഒന്നുമല്ല. വലിയ മനസ്സാ സാറിന്റേത്. എന്നും നന്മകൾ ഉണ്ടാകും. സാർ പൊയ്ക്കോളൂ. അവൾ അത് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ അവളെ നോക്കി ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഒന്ന് തലയാട്ടി. എന്നിട്ട് പതിയെ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ ഒന്നുകൂടെ അവളെ തന്നെ തിരിഞ്ഞു നോക്കി. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഒരു സഹോദരന്റെ സ്ഥാനത്ത് ഞാനുണ്ടാകും. ആരുമില്ലെന്ന് വിചാരിക്കരുത്. എന്താവശ്യമുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്റ്റേഷനിലോ എന്റെ വീട്ടിലോ വരാം. ഇന്നു മുതൽ പുതിയൊരാങ്ങള ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ജീവിതം ഒരിക്കലും ഇവിടെ തീരുന്നില്ല. അയാളെപ്പോലെ ഒരാളുടെ കൂടെ ജീവിച്ചു മടുത്തു എന്ന് വിചാരിക്കരുത്. കുട്ടിക്ക് മുൻപിൽ ഇനിയും നല്ലൊരു ജീവിതം ബാക്കിയുണ്ട്. അയാളെക്കാൾ നല്ലൊരാൾ തന്നെ ജീവിതത്തിലേക്ക് കയറി വരും. അയാളെ ശിക്ഷിച്ചാലും കുട്ടി ഒറ്റയ്ക്കായി പോവില്ല. എന്തിനും ഏതിനും ഞങ്ങളുണ്ടാകും. സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ അതുവരെ കണ്ട ഭാവമായിരുന്നില്ല ആ പെൺകുട്ടിയുടെ മുഖത്തപ്പോൾ. അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഏതോ തലങ്ങളിൽ കിടക്കുന്ന രണ്ട് മനുഷ്യർ തമ്മിൽ സഹോദര്യ ബന്ധത്തിന്റെ ഒരു ചരട് മുറുകുകയായിരുന്നു അവിടെ വെച്ച്. ഞാൻ വരാം സാർ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആരുമില്ല. ഇപ്പോ ഒരു ബ്രദർ ഉണ്ടെന്ന് സാർ പറഞ്ഞു കേൾക്കുമ്പോൾ എത്ര സന്തോഷമുണ്ടെന്നറിയാമോ? അങ്ങനെ തന്നെ കരുതിക്കോളാം ഇനി മുതൽ ഞാൻ. അവൾ അത് പറഞ്ഞ് അവനെ നോക്കി ചിരിച്ചു. സ്വന്തമായിട്ട് തന്നെ കരുതിയാ മതി. വരട്ടെ. സിദ്ധാർത്ഥ് അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് വേഗം അവന്റെ ബുള്ളറ്റിനടുത്തേക്ക് ഓടി. പാറിപ്പറക്കുന്ന വേഗതയിൽ അവന്റെ ബുള്ളറ്റ് പായിക്കുമ്പോൾ അവന്റെ മനസ്സ് നിറയെ അർപ്പിതയെ കാണാൻ കൊതിക്കുകയായിരുന്നു. ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി നീങ്ങിപ്പോയതിനാലാവണം തലേ ദിവസം അർപ്പിത ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായതിനേക്കാൾ ഇരട്ടി സന്തോഷവും ആനന്ദവും അവന്റെ മനസ്സിൽ അപ്പോൾ നിറഞ്ഞു. പെട്ടെന്നല്ലെങ്കിലും അർപ്പിതയോടെല്ലാം തുറന്നു പറയണം. ഒരു ദൈവത്തെ പോലെ തങ്ങളുടെ ജീവിതം സംരക്ഷിച്ചു തന്ന ആ പെൺകുട്ടിയെ അർപ്പിതയ്ക്ക് പരിചയപ്പെടുത്തണം. സന്തോഷം കൊണ്ട് ഓടിപ്പാഞ്ഞ് വീടിന്റെ മുറ്റത്ത് ബുള്ളറ്റ് നിർത്തി കോളിംഗ് ബെൽ അടിക്കുമ്പോൾ സിദ്ധാർത്ഥിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചായ പോലും കുടിക്കാതെ സിദ്ധാർത്ഥിനെ കാത്തിരിക്കുകയായിരുന്നു അർപ്പിത. അപ്പോൾ വേഗത്തിൽ വന്ന് വാതിൽ തുറന്ന് അവളെ കണ്ടതും അവൻ അവിടെ ഉമ്മറക്കോലായിൽ വെച്ച് തന്നെ അവളെ കെട്ടിപ്പിടിച്ചു. ഏട്ടാ, എന്താ ഇത്? ഉമ്മറത്തു നിന്നാണോ? ആളുകൾ കാണും. അർപ്പിത പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കാണട്ടെ, എല്ലാവരും കാണട്ടെ. ഈ ഭൂമിയിൽ ഈ നിമിഷം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് അറിയാമോ നിനക്ക്? സിദ്ധാർത്ഥ് ചോദിച്ചപ്പോൾ അർപ്പിത അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എന്താ ഏട്ടാ, എന്തു പറ്റി? അവൾ അപ്പോൾ അവനോട് ചോദിച്ചു. ഞാനടി ഈ ഭൂമിയിൽ ഈ ഒരു സെക്കൻഡിൽ ഇത്രയധികം സന്തോഷിക്കുന്ന ഒരേ ഒരാൾ. ഏതെങ്കിലും അളക്കാനുള്ള മെഷീൻ ഉണ്ടെങ്കിൽ അളന്നു നോക്കിയാൽ അറിയാം. മറ്റാരും ഉണ്ടാകില്ല എന്റെ സ്ഥാനത്ത് പകരം വെക്കാൻ. അത്രയ്ക്ക് സന്തോഷത്തിലാണ് ഞാൻ. അവൻ അത് പറഞ്ഞ് അവളുടെ വയറ്റിൽ ഒന്ന് പതിയെ കൈവച്ചു. എന്നിട്ട് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് ചെന്നു. അവരകത്ത് കയറി ഉമ്മറവാതിൽ മെല്ലെ അടയുമ്പോൾ വാതിലിന്റെ അപ്പുറത്ത് സിദ്ധാർത്ഥ് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടുകയായിരുന്നു. അതേ സമയത്ത് ഹോസ്പിറ്റൽ മുറിയിൽ ആദിത്യൻ ഡോക്ടറുടെ ഭാര്യയായ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനായി തന്റെ ബാഗിൽ കരുതിയിരുന്ന വിഷക്കുപ്പി പുറത്തെടുത്തു. അവൾ ഒരു നിമിഷം അതിലേക്ക് തന്നെ നോക്കി. ആദിത്യൻ എന്ന ക്രൂരനായ ഡോക്ടറോടൊപ്പം ജീവിച്ച നാളുകളിൽ ആ പെൺകുട്ടി അനുഭവിച്ച ക്രൂരത അത്രയ്ക്ക് വലുതായിരുന്നു. പുറമെ കാഴ്ചയിൽ മാന്യനായിരുന്നെങ്കിലും അയാളുടെ പല വൈകൃത സ്വഭാവങ്ങളും അയാൾ ആ പെൺകുട്ടിയിൽ ചെയ്തു തീർത്തിരുന്നു. പുറമേ ഉള്ള ആളുകളോട് ആദിത്യൻ ചെയ്തതിനേക്കാൾ എത്രയോ 10 മടങ്ങ് അയാളുടെ ക്രൂരത ഏറ്റുവാങ്ങിയവളായിരുന്നു ആ പെൺകുട്ടി. ആരോരുമില്ലാത്ത അനാഥയായ അവൾ ആരോടും പറയാതെ അതെല്ലാം ഒറ്റയ്ക്ക് സഹിച്ചു. ഏറ്റവും ഒടുവിൽ എല്ലാത്തിനും അവസാനമായി അവൾ കയ്യിൽ കരുതിയതായിരുന്നു ആ പോയിസന്റെ കുപ്പി. ഒരു നിമിഷം ആ കുപ്പിയിലേക്ക് തന്നെ നോക്കിയ അവൾ പെട്ടെന്ന് അത് കൊണ്ടുപോയി പൊട്ടിച്ച് വാഷ് ബേസിനിൽ ഒഴിവാക്കുകയായിരുന്നു. ആദിത്യനോടൊപ്പമുള്ള ജീവിതം കാരണം കയ്യിൽ വാങ്ങിയ വിഷക്കുപ്പി
പക്ഷേ ഒരു സെക്കൻഡ് മുൻപ് സിദ്ധാർത്ഥ് എന്ന പോലീസുകാരൻ പറഞ്ഞ ആ വാക്കുകൾ അവളെ എവിടെയോ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു സഹോദരന്റെ സ്ഥാനത്ത് ഇനി മുതൽ താനുണ്ടെന്ന അവന്റെ ഇടറുന്ന വാക്കുകൾ. അവന്റെ ആ വാക്കുകൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞത് ഒരു പെൺകുട്ടിയുടെ മരണത്തെ ആയിരുന്നു. ആ കുപ്പിയിലുണ്ടായിരുന്ന പോയ്സൺ പൂർണ്ണമായും വാഷ് ബേസിനിൽ ഒഴിച്ച് വെള്ളമൊഴിച്ച് കളഞ്ഞതിനു ശേഷം അവൾ ആ ബോട്ടിൽ വേസ്റ്റ് ബിന്നിലേക്ക് എറിഞ്ഞു. ശേഷം ഒരല്പനേരം അവൾ ആ വാഷ്റൂമിന്റെ കണ്ണാടിയിലേക്ക് തന്നെ നോക്കി നിന്നു. പിന്നെ പതിയെ പിറകിലെ ചുമരിലേക്ക് ചേർന്നു നിന്നു. നിസ്സഹായായിക്കൊണ്ട് തല പൊന്തിച്ച് മുകളിലേക്ക് നോക്കുമ്പോൾ എവിടെയോ ദൈവിക സാന്നിധ്യം അവൾ അറിയുന്നുണ്ടായിരുന്നു. മറുത്തൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ടായിരിക്കണം ഉള്ളിലെവിടെയോ ആ ദൈവിക സാന്നിധ്യം അവളെ തലോടുന്ന പോലെ അവൾക്ക് തോന്നി. സിദ്ധാർത്ഥിന്റെയും അർപ്പിതയുടെയും സന്തോഷത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവളുടെ മനസ്സിലും വലിയൊരു സമാധാനത്തിന്റെ കാറ്റ് അലയടിക്കാൻ തുടങ്ങി. അതിന് താൻ കാരണമായല്ലോ എന്നോർത്തപ്പോഴുള്ള അതിരില്ലാത്ത ആനന്ദവും. പതിയെ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. മുന്നോട്ട് ജീവിക്കാൻ പ്രതീക്ഷ തോന്നിക്കുന്ന ഒരു കുഞ്ഞിളം പുഞ്ചിരി. അപ്പോൾ വീട്ടിൽ അർപ്പിതയെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ കട്ടിലിലേക്ക് മറയുകയായിരുന്ന സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ദൈവത്തെ പോലെ ആ ഡോക്ടർ പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു. അർപ്പിത, ഞാൻ നിനക്കൊരു ദൈവത്തെ പരിചയപ്പെടുത്താം. അവൻ അർപ്പിതയെ തന്റെ ദേഹത്തേക്ക് കിടത്തിക്കൊണ്ട് പറഞ്ഞു. ഏട്ടൻ ഇന്നലെ മുതൽ ഇതെന്താ പറ്റിയത്? എന്തൊക്കെയോ പറയുന്നു. ചിലപ്പോൾ വിഷമിക്കുന്നു, ചിലപ്പോൾ സന്തോഷിക്കുന്നു. എന്താ കാര്യം? അവൾ ഒരു കൊഞ്ചലോടെ അവനോട് ചോദിച്ചു. കാര്യം വേറൊന്നുമല്ല, ഞാൻ ഇന്ന് ദൈവത്തെ കണ്ടു. അവൻ അത് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ ചിരിച്ചുകൊണ്ട് അർപ്പിതയെ അവന്റെ ദേഹത്തോടടുപ്പിച്ച് കെട്ടിപ്പുണർന്നുകൊണ്ട് കട്ടിലിൽ കിടന്നുരുണ്ടു മറിയാൻ തുടങ്ങി. പൂർണമായ സ്നേഹത്തോടെ, പൂർണമായ സന്തോഷത്തോടെ, നിറഞ്ഞ സമാധാനത്തോടെ അവരുടെ പുതിയ ജീവിത തലത്തിലേക്ക്. നന്മ വറ്റാത്ത മനുഷ്യർ എവിടെയൊക്കെയോ ഉള്ളതുകൊണ്ടാണ് ഈ ഭൂമി ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത്.